റാഷിദ് സർ, ഈ എനർജിസൈസ് ഹബിന്റെ ചെയർമാൻ സൈനുദ്ദീൻ സർ, മുൻ ചെയർമാൻ മക്കുൽ സർ, ഈ ഗസ്റ്റിനെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് എത്തിച്ചു തന്ന ബഹുമാനനായ സിബ്ഗത്തുള്ള സർ, പ്രിയപ്പെട്ട ടീം മെമ്പേഴ്സ്, ഈ പരിപാടിയിലേക്ക് ഇന്ന് എത്തിച്ചേർന്ന എല്ലാ മാന്യ സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടുകൂടിയും പോസിറ്റീവ് എനർജിയോടുകൂടിയുമാണ് ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. എനർജിസൈസ് ഹബ്ബ് 2 വർഷത്തോടടുക്കുകയാണ്. പറഞ്ഞു പരത്തി പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലകളിൽ കഴിഞ്ഞുപോയ കഷ്ടങ്ങളിൽ മനസ്സ് നൊന്ത് ഇനി ഒന്നിനും ആവില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിലിരിക്കുന്നവർക്കും, അല്ലെങ്കിൽ മുന്നോട്ട് ഗമിക്കാനുള്ള ഒരു മാർഗം ലഭിക്കാത്തവർക്കും, അള്ളാഹു നൽകിയ, ദൈവം നൽകിയ അപാരമായ മനുഷ്യന്റെ മനഃശക്തിയുടെ ശക്തി മനസ്സിലാക്കി കൊടുക്കാൻ, അതിന് ഊർജം പകരുവാൻ, അങ്ങനെ സമൂഹത്തിന്റെ ഉന്നത മേഖലകളിലും എല്ലാ സംരംഭങ്ങളിലും ഒക്കെ എത്തിപ്പെടാൻ ഈ ഫ്ലോർ ഒരുപാട് വ്യക്തികളെ സഹായിച്ചിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം ഓർക്കുന്നു. ഡോക്ടർ റാഷിദ് സർ കഴിഞ്ഞ 2 വർഷത്തോളമായി 2000-ഓളം ആളുകളുടെ ഈ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും 150-200-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഈ ഓൺലൈൻ സെഷനിൽ രാവിലെ 7 മുതൽ 7:30 വരെ നമ്മോട് സംവദിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഈ ഫ്ലോർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനു മുമ്പ് പ്രമുഖരായ പലരും നമ്മോട് സംവദിച്ചിട്ടുണ്ട്. ABC ഗ്രൂപ്പിന്റെ ചെയർമാൻ മദനി, ID ഫ്രഷിന്റെ ചെയർമാൻ മുസ്തഫ, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരായ നവാസ് പൂനൂർ, MCA നാസർ, അതുപോലെ തന്നെ എല്ലാ വൈകല്യങ്ങളും മറന്നുകൊണ്ട് IAS എത്തിപ്പിടിച്ച ആതിര സുഗതൻ, വിദ്യാഭ്യാസ പ്രവർത്തകയായ ലിയാന മർഫി, അങ്ങനെ പലരും ഈ ഫ്ലോറിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ലഭിച്ചത് അത്യധികം പ്രശസ്തയായ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ ഫറൂഖ് ചുങ്കത്താണ്, എൻ്റെ തൊട്ടടുത്ത സ്ഥലമായ ഫറൂഖ് കോളേജിന്റെ സൗത്ത് ഇന്ത്യയിലെ അലീഗർ എന്ന് വിശേഷിപ്പിക്കുന്ന, അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയുന്ന ഫാറൂഖ് കോളേജിന്റെ ചരിത്രത്തിൽ 1948 അത് സ്ഥാപിതമായ ശേഷം അവിടുത്തെ ആദ്യത്തെ വനിതാ പ്രിൻസിപ്പൽ എന്ന ബഹുമാന്യയായ ഡോക്ടർ ആയിഷ സ്വപ്ന സ്വന്തമാക്കിയിരിക്കുകയാണ്. മാഡത്തിനെ ഈ പരിപാടിയിലേക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. എനർജിസൈസ് ഹബിനു വേണ്ടി ആത്മാർത്ഥമായി ഇന്നത്തെ എനർജിസൈസ് ഹബിന്റെ ഹോട്ട് സീറ്റിലേക്ക് താങ്കളെ അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ സദസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ബഹുമാനിയായ ജമീല ടീച്ചറെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Okay, thank you, Faisal sir. Good morning to all. അപ്പൊ നമ്മള് ഇന്ന് ഫൈസൽ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. 2 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഈ എനർജിസൈസ് ഹബിന്റെ ചെയർമാൻ സൈനുദ്ദീൻ സാർ, കൺവീനർ ഫൈസൽ സാർ, ഈ ഒരു പ്രോഗ്രാമിന് ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ CK റാഷിദ് സാർ, അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റിനെ സമ്മാനിച്ച സിബ്ഗത്തുള്ള സാർ, അതുപോലെ നമ്മുടെ ടീം അംഗങ്ങൾ, അതുപോലെ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഈ ഒരു വേദി നമുക്കിപ്പോ 3-ാമത്തെ പ്രാവശ്യമാണ്, അല്ലെങ്കിൽ 3-ാമത്തെ തവണയാണ് നമ്മൾ ഇത് ഒരു അല്ലെങ്കിൽ നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ 111 ദിവസം, 222, 333 ഇങ്ങനെ ഓരോ ദിവസങ്ങളിലാണ് നമ്മൾ ഈ ഒരു മോർണിംഗ് ക്ലാസിന്റെ സെലിബ്രേഷൻ നമ്മൾ കൊണ്ടാടുന്നത്. അതിൽ പ്രമുഖരായിട്ടുള്ള ഓരോ വ്യക്തികളെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും, നമുക്ക് ഫറൂഖ് കോളേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മനസ്സിനുള്ളിൽ തങ്ങി നിൽക്കുന്ന ഒരു കലാലയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടുത്തെ ഒരു വിദ്യാർത്ഥിനിയും കൂടിയായിരുന്നു.
അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു അവസരത്തില് ഇങ്ങനെ ഒരു ഗസ്റ്റിനെ കിട്ടിയത് വളരെ സന്തോഷമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. അതിനേക്കാൾ ഏറെ എനിക്കാണ് സന്തോഷം. ഞാൻ വിചാരിക്കുന്നു എന്നെ പോലെ ഒരുപാട് പേര് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവും. ഫറൂഖ് കോളേജിൽ പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഏതായാലും മാം, ഞാൻ ഈ ഒരു എനർജീസസ് ഹബ്ബ് എന്ന് പറയുന്ന ഓർഗനൈസേഷനെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്ക് 2 വർഷത്തോളമായിട്ട് എല്ലാ ദിവസവും രാവിലെ കറക്റ്റ് ആയിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് ക്ലാസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനഃശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം, ഏതൊരാൾക്കും, സാധാരണക്കാരനാവട്ടെ, ജോലിക്കാരി ആവട്ടെ, ഏത് പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകളാവട്ടെ, എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മനഃശക്തി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഉതകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ 2 days വർക്ക്ഷോപ്പ് നടത്താറുണ്ട് സാറ്. 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള ഹോട്ടലുകളിൽ വെച്ചാണ് നമ്മൾ ഈ 2 ദിവസത്തെ വർക്ക്ഷോപ്പ് നടത്താറുള്ളത്. അപ്പൊ നമ്മൾ ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ, അവരുടെ ജീവിതത്തിന്റെ സുഗമമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ ഏത് തരത്തിലാണോ പ്രയാസപ്പെടുത്തുന്നത്, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട്, ചെറുപ്പകാലത്തും എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും സോഷ്യൽ ഫാക്ടേഴ്സും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വർക്ക്ഷോപ്പാണ്. സത്യത്തിൽ നമ്മൾ ഒരു വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവീസിന് നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ എങ്ങനെയാണോ കയറ്റുന്നത്, അതേപോലെ ഒരു ആൾക്ക് ഈ 2 ദിവസത്തെ വർക്ക്ഷോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് എത്രയും റിഫ്രഷ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേറൊരു രീതിയിലുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാനും അതുപോലെ തന്നെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും കുടുംബ ബന്ധം മെച്ചപ്പെടുത്താനും അയാളുടെ പ്രൊഫഷണൽ ഏറ്റവും നല്ല രീതിയിൽ തിളങ്ങാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള വർക്ക്ഷോപ്പാണ് സാറ് നടത്താറുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഏകദേശം 2000-ഓളം ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മോർണിംഗ് സെഷൻ തന്നെ സാധാരണയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകള് എല്ലാ ദിവസവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളത് നേർസാക്ഷ്യങ്ങളാണ്. അത് മാത്രമല്ല, നമ്മൾ ചലഞ്ചസ് ചില സമയങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ചലഞ്ചസ് കൊടുക്കാറുണ്ട്. ആ ചലഞ്ചസിന്റെ ഭാഗമായിട്ട് പിന്നെ അത് പ്രാവർത്തികമാക്കുമ്പോൾ ഇത് വെറും ക്ലാസ് കേട്ട് പോവാറല്ല, ഇത് പ്രാക്ടിക്കൽ ആയിട്ട് അത് ലൈഫിൽ അവര് അപ്ലൈ ചെയ്തിട്ട് അവരുടെ ലൈഫ് മൊത്തമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു എനർജീസസ് ഹബിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കേൾക്കാറുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇന്ന് ഇത്രയും പ്രശസ്തയായിട്ടുള്ള ഒരു ഗസ്റ്റിനെ സമ്മാനിച്ച സിബത്തുള്ള സാറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഫാത്തിമ മാമിനും അതുപോലെ നമ്മുടെ ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് മൈക്ക് ഞാൻ റാഷിദ് സാറിന് കൈമാറുന്നു. പ്ലീസ് റാഷിദ് സാർ. ഓക്കെ, മോർ പവർ ടു യു ഓൾ. More power to you, Jamil sir. More power to you, Aisha Swapna. നമുക്ക് ഈ 2 വർഷം എന്ന് പറയുന്നത് മനഃശക്തിയുടെ പ്രചാരണം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ മനഃശക്തി വിതരണം ചെയ്തിട്ടുള്ള ഒരു 2 വർഷമാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പം ആയിഷ സ്വപ്ന മാമിനെ പോലെയുള്ള അതിപ്രഗത്ഭയായിട്ടുള്ള വ്യക്തിത്വത്തെ നമ്മുടെ ഫ്ലോറിൽ അവരെ നേരിട്ട് കേൾക്കാനും അവരോട് കാര്യങ്ങൾ സംവദിക്കാനും അവരോട് നമുക്ക് ചെറിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ ഉള്ള ഒരു അവസരമാണ് നമുക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള, ജീവിതത്തിൽ മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ് ഇവിടെ ഈ ഫ്ലോറിൽ വന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ അതിഥിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആയിഷ മാമിനെ ഞങ്ങൾ ഹൃദയപൂർവ്വം ഞങ്ങൾ കേൾക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. കൂടുതൽ ഔപചാരികതകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ മാമിന്റെ മനസ്സ് തുറന്നിട്ടുള്ളൊരു സംവാദമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മാം എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു നിലയിലേക്ക്, ഇത്തരത്തിലൊരു പൊസിഷനിലേക്ക് ജീവിതത്തിൽ എത്തിച്ചേർന്നു, ആ യാത്രാ വഴികളും അതിൽ മാമിന്റെ മനഃശക്തി എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്ക് ഈ നേട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അത് ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകാൻ പറ്റുന്ന രീതിയിൽ മാം അത് വിശദീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ വ്യക്തിയിൽ നിന്നും നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിക്കാനായിട്ട് സാധിക്കട്ടെ. മാം മനസ്സ് തുറന്നുകൊണ്ട് നിങ്ങളോട് സംവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ മാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് സിബത്തുൽ സർ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. മോർ പവർ ടു യു ഓൾ.
ഓക്കെ, നമുക്ക് ഗുഡ് മോർണിംഗ് മാം, ഐഷ സ്വപ്ന മാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു കാര്യം അവരുടെ മുമ്പിൽ വെച്ചപ്പോ വളരെയധികം സ്വാഗതം ചെയ്തു. അത് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഞാൻ അതിൽ വളരെ ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫറൂഖ് കോളേജിന്റെ ചരിത്രത്തിലൊരു ആദ്യമായ വനിത, അത് ഫറൂഖ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവർ ലേറ്റായി എന്നുള്ളതാണ്. പക്ഷെ അതേ സമയത്ത് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം അവരുടെ ആ സ്ഥാപനത്തിന് ഒന്നുകൂടി ഉയർച്ചയിലേക്കുള്ള ഒരു പടിയായി മാറി എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായിട്ടുള്ളത്. നമുക്കറിയാം, മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം അറിയപ്പെടുന്ന, ചരിത്രത്തിൽ തന്നെ വലിയ സ്ഥാനം നേടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഫറൂഖ് കോളേജ്. അവിടെ തന്നെ ഇതെല്ലാം വളരെ അധികം നല്ല രീതിയിൽ, വളരെ ഏത് സമയത്തും എപ്പോഴും തിരക്ക്, വളരെയധികം തിരക്കോടുകൂടി ഒരു വനിത ഇത്ര ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ വലിയ സന്തോഷം നൽകുന്നതാണ്. കാരണം ഒരു വനിതയാവുമ്പോൾ നമ്മൾ പൊതുവിൽ നമ്മൾ കാണുന്നത്, വനിതകളാണല്ലോ ലോകത്ത് മുഴുവൻ വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ സംഭവങ്ങളും ഒക്കെ സൃഷ്ടിച്ചത്. ആ കൂട്ടത്തിൽ നമ്മുടെ ആയിഷ സ്വപ്ന മേഡം വലിയൊരു ഉത്തരവാദിത്തമാണ്. എനിക്ക് നേരിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു സാധാരണ ഒരു വിദ്യാർത്ഥിയെ അവരുടെ മുമ്പിലേക്ക് എത്തിച്ച സമയത്ത് അവര് അയാളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ തലത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എനിക്ക് അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയൊരു, കാരണം ഇന്ന് സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു സ്ഥാനം ലഭിക്കുമ്പോൾ അതൊരു സാധാരണ ഒരു അംഗീകാരമായിട്ടോ അല്ലെങ്കിൽ അതൊരു ഒരു രീതിയായിട്ട് മാത്രം കാണുന്നവർ, അതിന്റെ പുറത്തൊരു എത്തിക്സോട് കൂടിയിട്ട് ആ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ നിലയും വിലയും അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് അതിൽ എത്രമാത്രം സഹായകരമാവും എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ഒരു പ്രിൻസിപ്പൾ ആണെങ്കിലും അത് ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലേക്ക് വലിയ രീതിയിൽ എത്തിപ്പെടുന്നത്. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അവരെ കുറിച്ച് നമുക്ക് എല്ലാവരും അറിയുന്ന പോലെ തന്നെ ബിരുദാനന്തര ബിരുദവും അതേപോലത്തെ PhD ഫറൂഖ് കോളേജിൽ 2008 എത്തിയതിനു ശേഷം, അതിനുശേഷം പിന്നീട് അവരുടെ പ്രവർത്തന ഫലം തന്നെയാണ് അവരെ ഈ നിലയിലേക്ക് ഉയർത്തിയെന്നുള്ള യാതൊരു സംശയവുമില്ല. എറണാകുളം സ്വദേശിനിയാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു 13ാമത് പ്രിൻസിപ്പളായിട്ടാണ് അവര് നമ്മുടെ ഫറൂഖ് കോളേജിൽ എത്തുന്നത്. ഏതായിരുന്നാലും അവരുടെ വരവ് അവരുടെ മാനേജ്മെന്റിന് പോലും, കഴിഞ്ഞ ദിവസം NK മുഹമ്മദ് അലി സാഹിബുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുമായിട്ട് അവരുടെയൊക്കെ ഒരു വലിയ, എല്ലാവരും ആ ഫാറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇതുവരെ കിട്ടിയ പ്രിൻസിപ്പാൾമാരിലെ ഏറ്റവും വളരെ ഉയർന്ന രീതിയിലുള്ള ചിന്താ ശക്തിയുള്ളൊരു വനിതയാണ് എന്നുള്ള കാര്യത്തിൽ, ഒരു മേഡമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതലൊക്കെ അവരുടേതായ കാര്യങ്ങളൊക്കെ അവർ പറയും. കൂടുതൽ പരിചയപ്പെടുത്തുന്ന അവർ തന്നെ ആയിരിക്കും. അതായിരിക്കും ഏറ്റവും നന്നാവുക. അപ്പൊ അവരെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയ് ഭാരത്. എത്രയും പ്രിയപ്പെട്ട എനർജൈസേഴ്സ് ഗ്രൂപ്പ് മെമ്പേഴ്സ്, റാഷിദ് സർ, ജമീല മാം, ഫൈസൽ സർ, പിന്നെ ഇവിടെ സമ്മേളിച്ചിട്ടുള്ള മൊത്തം 192 മെമ്പേഴ്സ്. എനിക്ക് ഇനീഷ്യലി ഒരു സംശയം തോന്നിയിരുന്നത്, സിബത്തുള്ള സാറ് ഒരു കുട്ടിക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് വരുന്നു. അപ്പൊ കുട്ടിയുടെ ചോയ്സിൽ എനിക്കൊരു അപാകത തോന്നിയപ്പോ സിബത്തുള്ള സാർ ആരാണെന്ന് അറിയാതെയാണ് ഞാൻ അവിടെ സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് പോകുന്നതിന് മുൻപ് ഈ ഒരു റിക്വസ്റ്റ് വരുന്നത്. വളരെ വിചിത്രമായിട്ട് തോന്നി. കാര്യം അഡ്മിഷന് വന്നൊരു ടീമാണ്, അതിൻ്റെ കൂടെ വന്നൊരു വലിയ പ്രശസ്തമായ ഒരു ഗ്രൂപ്പിന്റെ ചീഫ് എഡിറ്റർ. അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ വിചിത്രമാണെങ്കിലും എനിക്ക് ചെറിയൊരു എന്താ പറയാ കൗതുകം തോന്നി. അതിന്റെ ഭാഗമായിട്ട് വളരെ സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കുക ചെയ്തത്. ഇന്നിപ്പം മെഡിറ്റേഷൻ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയപ്പോഴാണ് ഞാൻ ലോഗിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലായി, ഇത് എനിക്ക് പറ്റിയൊരു ഇടമാണെന്ന്. പിന്നെ ഇന്ന് ഗസ്റ്റ് ആയിട്ട് തന്നെ വിളിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്.
ഇതില് കേരളത്തിലെ ഏത് ഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തികളാണെന്ന് എനിക്കറിയില്ല, എങ്കിലും എല്ലാവർക്കും സുപ്രഭാതം. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ഈ ഒരു സമയത്ത് സമയം കഴിയുന്ന സമയത്ത് റാഷിദ് സാറിനെ എന്നെ നിർത്താം, അവിടെ നമുക്ക് അവസാനിപ്പിക്കാം. കൂടുതലായിട്ട് പറയാനുള്ളത്, ഇപ്പം NHS ക്ലബിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മെന്റൽ സ്ട്രെങ്തിനെ കുറിച്ചിട്ടാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മളുടെ ജനറേഷനിലുള്ള ആൾക്കാർ മാത്രമല്ല, ഇന്നത്തെ യങ് ജനറേഷനിലും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ സെൻസ് ഓഫ് വെൽബീയിങ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നമ്മൾ അത് ഫേസ് ചെയ്യുന്നത്, അതിനെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ പോവുക. അപ്പോൾ സിബത്തുള്ള സർ, താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ സാറ് എനിക്ക് തോന്നുന്നു, ഞാൻ വരുന്നത് ശരിക്കും പറഞ്ഞാൽ എറണാകുളം ജില്ലയിലാണ് ജനിച്ചു വളർന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ പേരൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, ഒരാള് തൃശ്ശൂര് ഒരു ഉൾഗ്രാമം അന്നമനട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നൊക്കെ. പക്ഷെ പിന്നീട് ഉയർന്ന പഠനമൊക്കെ ചെയ്ത് ആർക്കിടെക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലിയായിട്ട് എറണാകുളം വന്നിട്ട് താമസിക്കുന്നു. പിന്നെ ഉമ്മ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ 70s or 60s വനിതകളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ആ മധ്യ കേരളത്തിൽ ജീവിച്ചതുകൊണ്ടാവാം പറവൂർ ജില്ലയിലുള്ള എൻ്റെ ഉമ്മ എറണാകുളം ജില്ലയിൽ വന്നിട്ട് സെന്റ് റിസാസിൽ പഠിക്കുന്നു, പിന്നീട് B.Ed എടുക്കുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന്റെ മാറ്റങ്ങൾ അനുസരിച്ചിട്ട് ഇനീഷ്യൽ ഇയേഴ്സിൽ എറണാകുളം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫാദറിന് പുറത്ത് ഒരു അസൈൻമെന്റ് കിട്ടി, സൗദി അറേബ്യയിൽ പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്താണ് ഉമ്മ ജോലി ചെയ്യുന്നതും എത്ര സ്മാർട്ടായിട്ട് ഒരു ലേഡിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ വീണ്ടും ഞങ്ങളുടെ പഠനത്തിന്റെ ആവശ്യം വന്നപ്പോ ഉമ്മ അതെല്ലാം മാറ്റി വെച്ചിട്ട് നാട്ടിലേക്ക് റീലൊക്കേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അന്ന് കിട്ടിയ 1-2 പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസം എല്ലാത്തിനും ഒരു നല്ലൊരു എന്താ പറയാ ഒരു വഴിയാണ്. അതേപോലെ ഏത് ഉൾനാട്ടിലാണേലും വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് വരാൻ ആർക്കും കഴിയുമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്, ഒരു റാഡിക്കൽ ഷിഫ്റ്റ് വരുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് മധ്യ കേരളത്തില്. അതായത് വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് വരുന്നു, ഈ ആൻസസ്ട്രൽ പ്രോപ്പർട്ടി, അതിലുള്ള അമിതമായ അഭിമാനം, അതെല്ലാം മാറുന്നുണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്ന ഒരു ഘട്ടം ഞാൻ കണ്ടു വളർന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കുന്നു. അതെ, ശരിക്കും പറഞ്ഞ എറണാകുളത്ത് ഭവൻസ് വിദ്യാമന്ദിർ എളമക്കരയിലാണ് എൻ്റെ ഹൈസ്കൂളും പിന്നെ അതേപോലെ +2 ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സെന്റ് റിസാസ് കോളേജിൽ BA ഇംഗ്ലീഷ് ചെയ്യുന്നു. പിന്നീട് ആ സമയത്താണ് എൻ്റെ കല്യാണം കഴിയുന്നത്. ഇന്നത്തെ കുട്ടികൾ അത് കേൾക്കുമ്പോൾ ആണോ മാം എന്ന് പറഞ്ഞിട്ട് വളരെ എന്താ പറയുക വിചിത്രമായിട്ടുള്ള ഒരു സംഭവമായിട്ട് കാണാറുണ്ട്. പക്ഷെ ഐ വാസ് മാരിഡ് അറ്റ് 20 years. പക്ഷെ മാരേജിന്റെ ഒപ്പം തന്നെ എൻ്റെ ഡൊമസ്റ്റിക് ലൈഫിൽ ഇത് നിങ്ങൾ NHS ക്ലബ് ആയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, ഇത് ഞാൻ പുറത്ത് പറയാറില്ല. ആ ഒരു സമയത്ത് കല്യാണത്തിന് തൊട്ട് മുൻപായിട്ട് എൻ്റെ പേരൻസിന് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നുണ്ട്. ഫാദർ ബെഡ് റിഡൻ, ശരിക്കും പറഞ്ഞാൽ തലയിലും കാലിലും ഒക്കെ ഭയങ്കര ഇഞ്ചുറി ഉണ്ടാവുന്നു. അതേപോലെ എൻ്റെ മദറിന് ഹെഡ് ഇഞ്ചുറിയാണ് ഉണ്ടാവുന്നത്. ബ്രെയിൻ സ്റ്റെം ഡാമേജ് വന്നിട്ട് ഒരു 2 മാസത്തോളം കോമയിലാവുന്നുണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ബ്രദറും ഉള്ളത്. അപ്പം ആ സമയത്ത് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, ഇതുവരെയും എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റഡ് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്ന ഞാനും എൻ്റെ ബ്രദറും പെട്ടെന്ന് അതിന്റെ ചാർജ് വരും. നമുക്ക് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവാം, പക്ഷെ കോർ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് ഞങ്ങൾ മാറുന്നു. എനിക്ക് തോന്നുന്നു ആ പോയിന്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ സോ കോൾഡ് ഇൻഡിപെൻഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം ആ സമയത്ത് ഞങ്ങളുടെ പേരൻസ് തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. അതേപോലെ ആ സമയത്ത് ആ ഇനീഷ്യൽ ഫേസിൽ നമുക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് സംശയം തോന്നും, എന്തിനാണ് സർവശക്തൻ നമ്മളിങ്ങനെ പരീക്ഷിക്കുന്നത്? മറ്റുള്ളവരുടെ ലൈഫിലെല്ലാം ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നു, ആ സമയത്ത് ഞങ്ങൾ 2 കുട്ടികൾ മാത്രം കഷ്ടപ്പെടുകയാണ്, വിഷമിക്കുകയാണ്, ഭാവി എങ്ങനെയാണെന്ന് അറിയാത്തൊരു രീതിയിൽ തീരെ അനിശ്ചിതമായിട്ടുള്ള ഒരു അവസ്ഥ. പക്ഷെ ആ പോയിന്റ് ഓഫ് ക്വസ്റ്റ്യനിങ് കഴിഞ്ഞിട്ട് നമുക്ക് അത് എൻ്റെ ജീവിതത്തിൽ വന്നതാണ്, ആ ഒരു പോയിന്റ് ഓഫ് റിട്ടേൺ വരുന്നുണ്ട്. ഇതെല്ലാം ഓരോ ഘട്ടമാണ്. ഇതെങ്ങനെയാണോ നമ്മൾ ഫേസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് കാര്യങ്ങൾ ഉണ്ടാവുന്നു. ദാറ്റ് വാസ് എ പോയിന്റ്, ദാറ്റ് വാസ് എ സ്റ്റാർട്ട്. വളരെ എന്താ പറയാ, ഞാൻ ഇൻട്രോവേർട്ടഡ് തന്നെയായിരുന്നു.
പക്ഷേ ഫോഴ്സ്ഫുള്ളി ഞാൻ പുറത്ത് സംസാരിക്കുകയും എക്സ്റ്റംപോ സ്പീച്ചിനൊക്കെ പോയിട്ട് ചെയ്യുന്ന ടീച്ചേഴ്സിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ആ പോയിന്റിൽ സംതിങ് കൈൻഡ് ഓഫ് ക്രിയേറ്റഡ് എ സോളിഡ് ചേഞ്ച് ഇൻ മീ ആ ഒരു സമയത്ത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ആശങ്കപ്പെടാറുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണ്, വളരെ വിഷമമുള്ള ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യാന്നൊക്കെ. എനിക്ക് തോന്നുന്നു വിഷമമുള്ള ഫേസും ലൈഫിൽ വരണം. സ്ട്രഗിൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ വിഷമങ്ങളും അതിജീവിക്കാനുള്ള ഘട്ടങ്ങൾ വരികയേ വേണ്ടത്. അതേപോലെ ഇപ്പോഴത്തെ മാതാപിതാക്കൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കുട്ടികളെ കുറച്ച് സോളിഡായിട്ട് ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അവർ ടഫ് ആവട്ടെ, അവർ സ്വന്തം കാര്യങ്ങൾ ചെയ്യട്ടെ. ഇപ്പം അഡ്മിഷൻ സീസൺ ആണ് ഫറൂഖ് കോളേജിൽ. അൽഹംദുലില്ലാ എത്രയോ കുട്ടികൾ അപേക്ഷിക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയെങ്കിലും പഠിക്കണം, കാലങ്ങളായിട്ടുള്ള സ്വപ്നമാണ്. ഇപ്പൊ ജമീല മാം പറയുന്നുണ്ടല്ലോ, ആ ഒരു അഭിമാന സ്ഥാപനത്തിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുറെ കുട്ടികൾ. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിഷന്റെ ഇനീഷ്യൽ ഫേസ് ഒക്കെ കഴിഞ്ഞാൽ പോലും അവർ പറയും ഞാൻ കൊണ്ടുവരാം, എൻ്റെ കുട്ടീനെയും കൂട്ടിയിട്ട് ഇനി അടുത്ത കാര്യത്തിന് വരാമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അവർ വരട്ടെ, ആ മോനോ മോളോ വരട്ടെ, അവർ വന്നിട്ട് സബ്മിറ്റ് ചെയ്യട്ടെ എന്നാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മൾ അവരെ എക്സ്പോസ്ഡ് ആക്കിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർ ശരിക്കും പറഞ്ഞാൽ ദേ വിൽ നോട്ട് ടേക്ക് ഓഫ്. നമ്മൾ പക്ഷികളുടെ ഉദാഹരണമാണ് എടുക്കേണ്ടത്. മുട്ട വിരിഞ്ഞ് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷികൾ ആദ്യം ചെയ്യുന്ന എന്താണ്? പറക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എവിടെയോ നമ്മളുടെ കെയറിന്റെ ഭാഗമായിട്ടാണെന്ന് അറിയില്ല, കരുതലിന്റെ ഭാഗം കൂടുതലാവുന്നോണ്ടെന്ന് അറിയില്ല, പലപ്പോഴും നമ്മുടെ കുട്ടികളെ ഓവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഓവർ പ്രൊട്ടക്റ്റിംഗ് വേണ്ട എന്നാണ് എൻ്റെ ഒരു ഫിലോസഫി. അപ്പൊ അതൊന്ന്. പിന്നെ വേറൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നീണ്ട 10 വർഷം എന്നെ പോലത്തെ നെറ്റ് ക്വാളിഫൈ ചെയ്ത ആൾക്കാര് ജോലിയിലായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് വിഷമിച്ചിരുന്നോ? ഇല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ 1 2 അല്ല, ഞാൻ 3 സ്ഥാപനങ്ങളിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഓരോന്നും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ്. ചില സമയത്ത് ഭക്ഷണം പോലും ഉപേക്ഷിച്ചിട്ട് ഭയങ്കര രസമായിട്ട് പൊന്നാനിയിൽ മലപ്പുറത്താണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്, 3 സ്ഥാപനങ്ങളൊക്കെ ആയിട്ട്. അപ്പം ആ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ എന്തും എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് നേട്ടങ്ങൾ തേടി വരും. അപ്പൊ ആ സമയത്ത് ജോലി ചെയ്യുന്ന ഘട്ടത്തിലാണ് ഗസ്റ്റായിട്ട് എന്താ പറയുക, ഇപ്പോഴത്തെ ജനറേഷന്റെ ഭാഷയിൽ പറയാം, അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന സമയത്താണ് എനിക്കൊരു ഓഫർ വരുന്നത്, ഒരു ഇന്റർവ്യൂ നടക്കുന്നത്. അത് കോഴിക്കോട് വെച്ചിട്ട്. അന്നാണ് ആദ്യമായിട്ട് ഞാൻ കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യുന്നതും. അതിനു മുൻപ് MBA കാര്യങ്ങൾക്കൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഇന്റർവ്യൂവിന്. പക്ഷെ കോഴിക്കോടിന്റെ ഭംഗി കണ്ടിട്ട് ഇവിടെ ജോലി കിട്ടിയ കൊള്ളാമെന്ന് തോന്നുന്നു. അതേപോലെ നമ്മുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തീക്ഷ്ണമായ ഒരു ആഗ്രഹം ഉണ്ടായാൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുക. ഇന്റർവ്യൂ നടക്കുന്നു. ഞാനൊരു സെൽഫ് ഫിനാൻസിങ് കോളേജായിട്ടുള്ള സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡിയിൽ ജോലിക്ക് ചേരുന്നു. ആ സമയത്ത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ UGC സാലറി അന്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് ഞങ്ങളെ പോലത്തെ ഒരു ടീമിന് കിട്ടുന്നു. 3 വർഷം വീണ്ടും ഇപ്പോഴത്തെ ജനറേഷന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്. എനിക്ക് വേറെ എവിടെയും പോകാൻ താല്പര്യമൊന്നുമില്ല. പക്ഷെ നിമിത്തം എന്ന് പറയാം, എൻ്റെ അയൽവാസിയാണ് ഫറൂഖ് കോളേജിൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ട് നിർബന്ധിച്ച്, സ്നേഹത്തിന്റെ ഭാഷയിൽ നിർബന്ധിച്ച്, നീ ഇങ്ങനെ നടന്നോ, ഇവിടെ അപ്ലൈ ചെയ്തേ പറ്റൂ, എൻ്റെ കോളേജിൽ നീ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫാത്തിമ മിസ് ഉണ്ട് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റില്. ഇപ്പൊ നന്ദിയോടെ ഓർക്കേണ്ടതാണ്. കാര്യം നിങ്ങളെല്ലാവരും എന്താ പറയാ, വനിതാ പ്രിൻസിപ്പൾ, ഫറൂഖ് കോളേജിലെ ചരിത്രമൊക്കെ പറയുമ്പോഴും ചരിത്രത്തെ നാന്ദിയായിട്ട് കുറിച്ചത് എൻ്റെ ഫാത്തിമ മിസ്സാണ്. അപ്പം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ HOD എന്ന ഫാത്തിമ മിസ് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തത്. ആ ഇന്റർവ്യൂവിനും ഞാൻ ഒരു കുറച്ച് സംശയത്തോടെയാണ്. ആരെങ്കിലുമൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, ഞാനിപ്പോ ഒരു എന്താ പറയാ, ആരെയും പോയി കാണുക പോലും ചെയ്യാത്തൊരു വ്യക്തിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. എഗെയിൻ നിമിത്തം എന്ന് പറയാം, നമ്മൾക്ക് ചില ഘട്ടങ്ങളിൽ വന്നെത്തുന്ന കാര്യം പോലെ തന്നെ അതും എത്തി. ഇന്റർവ്യൂവിൽ ഞാൻ കയറി കഴിഞ്ഞപ്പോൾ നല്ല രീതിക്ക് തന്നെയാണ് പെർഫോം ചെയ്തത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്യൂൺ വന്നിട്ട് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പൊ ഇന്നത്തെ കുട്ടികൾ പറയുന്ന പോലെ മനസ്സിലൊരു ലഡ് പൊട്ടുകയാണ് ചെയ്തത്. കാര്യം വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ സെലക്ഷൻ ഉണ്ടെന്ന് നമുക്ക് വി കൻ ആക്ച്വലി അസ്യൂം. സോ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഫറൂഖ് കോളേജിന്റെ ഭാഗമായിട്ട് 2008 ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. അന്ന് തൊട്ട് ഞാൻ പ്രിൻസിപ്പൾ ആവുന്നവരെയും ഒരു സംശയമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് തന്നെയാണ് ഫറൂഖ് കോളേജിൽ ജോലി ചെയ്തിട്ടുള്ളത്. ആൻഡ് എവറി ഡേ ഐ സേ അൽഹംദുലില്ലാ, ബിക്കോസ് അത്ര സന്തോഷം തന്നൊരിടമാണ്. ഞാൻ റിസർച്ചിന് ചേരുന്നു, PhD കംപ്ലീറ്റ് ചെയ്യുന്നു, നല്ല നല്ല കുട്ടികൾ. എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നാറുള്ളത് എൻ്റെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള BA ഇംഗ്ലീഷ് ഓർ MA ഇംഗ്ലീഷ് പഠിപ്പിക്കുക മാത്രമല്ല, കോമൺ കോഴ്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്.
അപ്പൊ ഈ കോമൺ കോഴ്സിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ പല ബാച്ചുകളിലെ കുട്ടികൾ വന്ന് പഠിക്കും. അവർക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ പഠിപ്പിക്കാം. ഞാൻ ഏറ്റവും ആസ്വദിച്ചിട്ടുള്ള സെഷൻസ് ആയിരുന്നു. അതിപ്പോൾ ശരിക്കും പറഞ്ഞ പ്രിൻസിപ്പളായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാര്യം അത്രയും ഇന്ററാക്ഷൻ പോസിബിൾ അല്ല. ഞാൻ വരയാന്തേ കൂടെ നടക്കുന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും അൽഹംദുലില്ലാ. പിന്നെ ആ ഒരു സ്റ്റേജിൽ എനിക്ക് പറയാനുള്ളത്, കോവിഡ് വരുന്നൊരു ടൈമുണ്ട്. അന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പളായിട്ട് നസീർ സാർ ഉള്ളത്. നസീർ സാർ എല്ലാ രീതിയിലും കോളേജിലെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൈസ് ചെയ്തിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് ഞങ്ങൾക്ക് പ്രേരണ ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പം എല്ലാവരും വീട്ടിലിരിക്കുന്നു. ചില ആൾക്കാർ എന്താ പറയാ, ഗ്ലൂമി ആയിട്ട് തോന്നുന്നു, ഡിപ്രസ്ഡ് ആയിട്ട് തോന്നുന്നു. ആ സമയത്താണ് എൻ്റെ അടുത്ത സ്റ്റേജ്, അതായത് ഈ എനർജൈസേഴ്സ് ക്ലബ്ബുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെന്ന് പെടുന്നുണ്ട്. എൻ്റെ സുഹൃത്തുണ്ട്, ആലപ്പുഴ ജില്ലയിലാണ് അവൾ ജോലി ചെയ്യുന്നത്. അവളാണ് എന്നെ സ്വാധ്യായ ചാപ്റ്ററിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ പ്ലാറ്റ്ഫോമുമായിട്ട് വളരെ സിമിലർ ആയിരുന്നു. അപ്പൊ ഒരു പ്രോഗ്രാം അവർ നടത്തുന്നുണ്ട്. ഡെയിലി ഇങ്ങനെ എന്താ പറയാ, മനഃശക്തി കൂട്ടുകയും അവരുടെ സെൻട്രൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. നമുക്ക് എന്തൊക്കെയാണോ ലഭിക്കുന്നത് അതിന് ദിനേന നിമിഷങ്ങളിൽ നമ്മൾ നന്ദി പറയുന്ന ഒരു രീതിയാണ്. അപ്പൊ ഞങ്ങൾ തുടങ്ങുന്ന തന്നെ ആ ഗ്രൂപ്പില് അരിഗാത്തോ, താങ്ക് യു പറഞ്ഞിട്ടാണ്. അപ്പം ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ 28 ദിവസത്തെ ട്രെയിനിങ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതെന്റെ ലൈഫിൽ വീണ്ടും ഒരു മാറ്റം ഉണ്ടാക്കുന്നത്. കാര്യം ഫോർ എവറിത്തിങ്, ഇപ്പൊ ഈ നിമിഷം നമ്മളെല്ലാവരും ജീവനോടെ ഇരിക്കുന്നു, അരിഗാത്തോ. അതേപോലെ നമ്മൾ ശ്വസിക്കുന്നു, അരിഗാത്തോ. നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ എത്ര സബ് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ ഈ ഒരു രീതിയിൽ ഇരുത്താനായിട്ട്. അതിന് സർവശക്തന് എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല, പ്രപഞ്ചത്തിന് എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. അപ്പം ഇങ്ങനെ ചില പോയിന്റുകളിൽ നമുക്ക് ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആയിട്ട് വരും. അപ്പൊ ഈ ടേണിംഗ് പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ പല സംഭവങ്ങളും ഉണ്ടാവും. പോസിറ്റീവ്, നെഗറ്റീവ്, മിഡ്, ന്യൂട്രൽ കൈൻഡ് ഓഫ് തിങ്സ്. അതിന് നമ്മൾ എങ്ങനെയാണോ ഫേസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഭാവിയിലേക്ക് നമ്മളുടെ ഓരോ രീതികൾ മാറുന്നത്. പിന്നെ നിങ്ങളുടെ ക്യൂരിയോസിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, യെസ്, ഗ്രാറ്റിറ്റ്യൂഡ്. ആരോ മെസ്സേജ് ചെയ്തത് ഞാൻ കണ്ടിട്ടാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. അപ്പം ഫറൂഖ് കോളേജ് പ്രിൻസിപ്പളായി കഴിഞ്ഞിട്ട് എന്തൊക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഫറൂഖ് കോളേജിൽ എഗെയിൻ നിയോഗം എന്ന് തന്നെ പറയാം. ആ സമയത്ത് ഫറൂഖ് കോളേജിൽ 14 അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ഉണ്ട്. അപ്പം ആ സമയത്ത് എനിക്ക് തോന്നുന്നു, ഞങ്ങളുടെ പ്രിൻസിപ്പളിനോട് പറഞ്ഞു, ഇവിടെയുള്ള സ്റ്റാഫിനെ പറ്റി ഒരു ഓവർവ്യൂ കൊടുക്കാൻ പറഞ്ഞു. അതിൽ നിന്ന് പ്രിൻസിപ്പളിന്റെ റെക്കമെൻഡേഷനോടുകൂടിയാണെന്ന് തോന്നുന്നു എൻ്റെ പേര് വരുന്നത്. അപ്പം ഒരു കൊല്ലം മുഴുവനും പലരുടെയും വേറെ വ്യക്തികളുടെ ഒക്കെ പേര് കേട്ടപ്പോൾ ഞങ്ങള് ഷേക്ക് ഹാൻഡ് ഒക്കെ ചെയ്തിട്ട്, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, നിങ്ങൾ നന്നായിട്ട് പ്രിൻസിപ്പൾ ആവണോട്ടോ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ. മാർച്ച് മാസമായപ്പോഴാണ് എൻ്റെ പേര് കേൾക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതാരോ കളിയാക്കാൻ വേണ്ടി പറയുന്നത്, എൻ്റെ പേര് വരില്ല, കാര്യം ഞാൻ അതിനു വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ട് പോലുമില്ല. പക്ഷെ ഏപ്രിൽ വരുന്നു, ചെറിയ ആശങ്ക കൂടുന്നു, വീണ്ടും എൻ്റെ പേര് കേൾക്കുന്നു, ഇത് എന്താ ഇത് എന്നുള്ളൊരു ഫീലാണ് വരുന്നത്. പിന്നെ മെയ് മാസത്തിൽ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് മീറ്റിങ്ങിന് പോകാൻ പറയുമ്പോഴാണ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി. ഞാൻ പറഞ്ഞു, സർ, ഇവിടെ വേറെ എത്രയോ വ്യക്തികളുണ്ട്, അവര് പ്രിൻസിപ്പൾ ആയിക്കോട്ടെ, കാര്യം അവർക്കൊക്കെ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിയാൻ നോക്കിയൊരു ഘട്ടമുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പളിന് വളരെ തമാശയായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ലേ ലഡാക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, ആ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചിത്രമൊക്കെ മാറിയിട്ട് വേറൊരു പ്രിൻസിപ്പൾ വന്നോളും, പിന്നെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പേടിക്കേണ്ട ഒരു സീറ്റാണെന്ന് ആ സമയത്ത് എൻ്റെ ഒരു ചിന്തയുണ്ടായിരുന്നു. എന്തൊക്കെയോ നഷ്ടമാവുന്ന ഒരു സീറ്റാണെന്ന് ആ സമയത്ത് ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടും ഈ പേര് കേൾക്കുന്നു. മീറ്റിങ്ങിലേക്ക് വിളിക്കുന്നത് വരെയും എനിക്ക് വേണോ വേണ്ടയോ, അത് മനുഷ്യ സഹജമാണല്ലോ, ഇത് ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഏറ്റെടുക്കുന്നു. അത് ഏറ്റെടുക്കാൻ കാര്യം എൻ്റെ പേരൻസ് ആണ്. ആ സമയത്ത് എൻ്റെ ഉമ്മയുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഉമ്മയും അതേപോലെ വാപ്പയും, അവര് എല്ലായ്പ്പോഴും എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസും അതേപോലെ ഞങ്ങൾക്ക് എല്ലാത്തിനും ഇപ്പോഴത്തെ പിള്ളേർ പറഞ്ഞാൽ കട്ട സപ്പോർട്ട് നിൽക്കുന്ന ആളാണ്. വാപ്പയാണ് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾക്ക് വരുമ്പോൾ അതിലെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു കാര്യം, നീ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം ആ കോളേജിന് വേണ്ടി ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു ഷുഡ് ടേക്ക് ഇറ്റ് അപ്പ്. ദാറ്റ്സ് വാട്ട് ഹി സെഡ്. അത് ഞാൻ എടുത്തു. അതെനിക്ക് തോന്നുന്നു അത് ശരിക്കും ഒരു അനുഗ്രഹമായിരുന്നു. ഇപ്പതാ സിബത്തുള്ള സാറ് അഡ്മിഷന് വേണ്ടി എൻ്റെ അടുത്ത് വരികയും എന്നെതായി എനർജൈസേഴ്സ് ക്ലബിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. 3 വർഷമായി. പല വിഷയങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് again I must say alhamdulillah and thank you because നമുക്ക് ടീച്ചിങ്ങിൽ ഇപ്പം അവിടെ ഞാൻ 15 വർഷം പൂർത്തിയാവുന്ന സമയത്താണ് പ്രിൻസിപ്പൾ ആവുന്നത്. ആ ടീച്ചർ എന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. ഒരു ഉദാഹരണം ഞാൻ പറയാം.
ഞാൻ എല്ലാ പ്രിൻസിപ്പൽമാര്, അതിപ്പം എന്നെ തുടങ്ങി വെച്ചിട്ടുള്ള കുട്ടി അലിക്കുട്ടി സാറിന്റെ ടൈമിലായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നീട് ഇമ്പിച്ചി കോയ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ആയപ്പോഴും നസീസർ ആയപ്പോഴും ചില പ്രോജക്റ്റുകളൊക്കെ ആയിട്ട് പോകും, ക്യാമ്പസ് ഗ്രീനിങ് അത് ഇത്. പാവം, അവർക്ക് ലഭ്യമായിട്ടുള്ള ഫണ്ട് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നീക്കുക. അപ്പൊ ആ സമയത്തൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹം ഫറൂഖ് കോളേജിനെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറ്റണം, ഒരു ഡെസ്റ്റിനേഷനായിട്ട് മാറ്റണം എന്നുണ്ട്. അതുമാത്രമല്ല, അവിടെ പഠിക്കുന്ന കുട്ടികൾ വെറും ഡിഗ്രി കഴിഞ്ഞ് പോകണം എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രി ഇന്റർഫേസ്, ഇന്റേൺഷിപ്പ്, സമ്മർ സ്കൂൾസ് ലഭ്യമാക്കുന്ന രീതിയിൽ നന്നായിട്ട് പ്രവർത്തിച്ച്, അതേപോലെ നല്ലൊരു ടീം അവിടെയുണ്ട്. അവിടുത്തെ ഫാക്കൽറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ ടീച്ചിങ് ആയിക്കോട്ടെ, നല്ലൊരു ടീമുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗാനിക് ഫോമിലേക്ക് ഒരു റോ എനർജി ട്രാൻസ്ഫോം ചെയ്താൽ എത്രമാത്രം എന്താ പറയുക ഫോഴ്സ് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത്രയും റോ എനർജി ഉള്ള ഒരു ഇടത്തിനെ നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു കേരളത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയില്ലേ എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ സമയമായോ എന്നറിയില്ല. റാഷിദ് സർ, യു ഹാവ് ടു സ്റ്റോപ്പ് മീ. അവിടെയും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കും, എന്താ പറയാ, വിഷമഘട്ടങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വൈ ഇസ് ദിസ് ഹാപ്പനിങ്, അപ്പോഴൊക്കെ എനിക്ക് ഉത്തരം കിട്ടാറുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷമങ്ങൾ വരും, ബുദ്ധിമുട്ടുള്ള സ്റ്റേജസ് ഉണ്ടാവും, ഡിഫിക്കൽട്ട് ടൈംസ് വിൽ ബി ദർ, ബട്ട് ദാറ്റ് വിൽ ഓൾസോ പാസ്. അതും കഴിയും. ആ ഒരു സമയത്തിൽ നിന്ന് നമ്മൾ കുറേ ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ അനുഗ്രഹങ്ങളെ അക്നോളജ് ചെയ്യാൻ, അതിന് നന്ദി പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഇന്ന് ഈ ഒരു നിമിഷം എനർജൈസേഴ്സ് ക്ലബിൽ ഇങ്ങനെ തംസ് അപ്പ് ആൻഡ് കോൺസ്റ്റന്റ്ലി മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും എനർജി ഉള്ള ഒരാൾക്കാരുടെ ഗ്രൂപ്പിൽ വന്നിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് എൻ്റെ അനുഗ്രഹമാണ്. അതിന് അതിയായ നന്ദിയുണ്ട്. സിബത്തുള്ള സർ, ഐ തിങ്ക് ഇറ്റ് വാസ് ഡിവൈൻ ഇന്റർവെൻഷൻ ദാറ്റ് യു കെയിം ടു മൈ ഓഫീസ് ആൻഡ് ഐ unknowingly counsel that boy. So thank you so much. ഇത്രേ പറയാനുള്ളൂ. ഇനി over to you, Rashid sir. More power to you, Sapna ma'am. Thank you very much. വളരെ സ്പീച്ച് ആണ്. More power to you. വളരെ കുറഞ്ഞ വാക്കുകളിൽ വലിയ അർത്ഥതലങ്ങളുള്ള കാര്യങ്ങളാണ് മാം പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഏറെ പ്രചോദനമാകുന്ന വാക്കുകളാണ് നൽകിയിട്ടുള്ളത്. ഇനി മാമിന്റെ കുറച്ച് സമയം കൂടെ ഞങ്ങൾക്ക് വേണം. ഹാൻഡ് റൈസ് ചെയ്യുന്ന ആളുകൾക്ക് മാമിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു അവസരമാണ്. ജമീല ടീച്ചർ അതിനുള്ള ആളുകളെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം. സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. മാം, അതായത് അക്കാഡമിക് രംഗത്തുള്ള ഒരാളായതുകൊണ്ട് പാരന്റ്സ് ധാരാളം ഉണ്ട് ഈ ഫ്ലോറിൽ. ഇപ്പോൾ അവർക്കുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ മാമിനോട് ചോദിക്കാവുന്നതാണ്. കുറച്ച് സമയം കൂടി ഞങ്ങളോട് തൊട്ടണം താല്പര്യം. താങ്ക് യു വെരി മച്ച്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പളിനെ നമുക്ക് കാണാനും മീറ്റ് ചെയ്യാനും സ്ഥാപനത്തെ വലിയൊരു നിലയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇത്രയും ഇച്ഛാശക്തിയോടുകൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ് എന്ന് സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഒരു യങ്സ്റ്റർ ആയിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്. യങ്സ്റ്റേഴ്സിന്റെ പദങ്ങളാണ് കൂടുതൽ നാം ഉപയോഗിച്ചിട്ടുള്ളത്. താങ്ക് യു വെരി മച്ച്. മോർ പവർ ടു യു. താങ്ക് യു. Thank you. More power to you, Aisha ma'am. More power to you, Rashid sir. Faisal Hamid sir, സംസാരിച്ചോളൂ. അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ് ഓൾ. നല്ല എനർജറ്റിക് ആയിട്ടുണ്ട് ഇന്ന്. മാമിനെ ഞാൻ പ്രിൻസിപ്പളെന്നൊക്കെ കേട്ടപ്പോൾ ഒരു പ്രായമുള്ള ആളാണെന്ന് വിചാരിച്ചത്. അപ്പം സംസാരത്തിലും രൂപത്തിലൊക്കെ ചെറിയ ഒരു പ്രായമാണ് തോന്നിയത്. പിന്നെ എനിക്ക് 2 ചോദ്യമാണ് ചോദിക്കാനുള്ളത്. മാം, ഇന്നത്തെ വിദ്യാഭ്യാസ രീതി വലിയ മാറ്റവും വരുത്തേണ്ടതുണ്ടോ എന്ന് നമുക്ക് ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ കുട്ടികളെ ഇപ്പോഴത്തെ രീതികളും പഴയ ആൾക്കാരുടെ രീതികളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പൊ ഏകദേശം 1.5 വർഷമായിട്ട് ഈ ക്ലാസ് തുടർച്ചയായി കേൾക്കുന്നതാണ്. UAE-യിലാണുള്ളത്. അപ്പം ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ വല്ല മാറ്റവും വരുത്തേണ്ടതുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? അതിന് എന്തെങ്കിലും പിന്നെ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ടോ? പിന്നെ വേറൊന്ന് ചോദിക്കാനുള്ളത്, പലപ്പോഴും പറഞ്ഞ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്നുള്ള. അപ്പൊ ഞാനൊക്കെ പ്രവാസിയാണ്. അപ്പൊ നമുക്ക് ഈ പലപ്പോഴും നമ്മുടെ ഊർജം ചോർന്നു പോകാറുണ്ട് വർക്ക് ചെയ്യുമ്പോൾ. മതിയാക്കി പോകണം ഇങ്ങനെയൊക്കെ തോന്നാം. ആ സമയത്ത് മാം അങ്ങനെ വരുമ്പോഴൊക്കെ എന്താണ് ചെയ്യാറുള്ളത്? ഇതാണ് ചെയ്യുക. അതുപോലെ നമ്മളൊക്കെ ഇപ്പം റാഷിദ് സാർ പറഞ്ഞ പ്രകാരം വിഷൻ ബോർഡൊക്കെ ചെയ്തിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പ്രകാരം വിഷൻ ബോർഡ് പ്രകാരം
ഞാൻ വാഹനങ്ങൾ മാറ്റുന്നു, വീടുകൾ എടുക്കുന്നു, ഫ്ലാറ്റ് എടുക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു കൊണ്ട് പോകുന്നുണ്ട്. ഈ പിന്നെ NHS ഹബിൽ വന്നതിന് ശേഷം നല്ല മാറ്റങ്ങളുണ്ട് ജീവിതത്തിൽ. ഞാനിപ്പോഴും പിന്നെ എൻ്റെ മദർ ഇപ്പോൾ ഒരു 6 മാസമായിട്ട് കോമ സ്റ്റേജിലാണ്. അപ്പോൾ ആ സമയത്തും നമുക്ക് എനർജി ആയിട്ട് പിന്നെ ഒരു അൽഹംദുലില്ലാ പറയാൻ തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഇത്രയും മാം പറഞ്ഞ മാതിരി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അൽഹംദുലില്ലാ പറയാൻ തോന്നുന്നത് ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റിന് ഒരു ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടും. താങ്ക് യു. മോർ പവർ ടു യു. താങ്ക് യു. അതിന്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ഹയർ എഡ്യൂക്കേഷൻ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് 4 year UG പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്, അതായത് 3 അല്ലെങ്കിൽ 4 yearsലേക്ക് ഒരു കുട്ടിയുടെ ഡിഗ്രി പഠനം നീളുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. അതിൽ മാറ്റങ്ങൾ വേണമെന്ന് തുടക്കം തൊട്ടുണ്ട്. കാര്യം അതിൽ നല്ല ഫ്ലെക്സിബിലിറ്റി പറയുന്നൊരു കരിക്കുലമാണ്. പക്ഷെ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു ഉദാഹരണം പറയാം. BCom വന്ന് ചേരുന്ന കുട്ടി, ആ കുട്ടിക്ക് വേണമെങ്കിൽ ഇതര വിഷയങ്ങളിലുള്ള മൈനേഴ്സ് ചൂസ് ചെയ്യാം. പക്ഷെ അതിലൊരു അപകടം ഞാൻ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടികൾക്ക് എളുപ്പം എന്ന് തോന്നുന്ന മൈനേഴ്സ് അവർക്ക് മാർക്കുള്ളവരാണെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും. മാർക്കുള്ളവരാണ് കൂടുതൽ പ്രിഫറൻസ് ഉണ്ടാവുക. നമ്മളുടെ ആൽഗോറിതം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ ERP അവരെയായിരിക്കും സെലക്ട് ചെയ്യുക, മാർക്കുള്ളവരെ. പക്ഷെ ഇവർക്ക് ശരിക്കും വേണ്ട മൈനർ തന്നെയാണോ എന്നുള്ളത് ഇനീഷ്യൽ പാർട്ടിൽ, ഫസ്റ്റ് ഇയറിൽ നമുക്ക് ആശങ്ക തോന്നിയിട്ടുണ്ട്. കാര്യം പലരും ഇപ്പം ബോട്ടണി എടുത്ത ആള് ശരിക്കും പറഞ്ഞാൽ സുവോളജി അല്ലെങ്കിൽ കെമിസ്ട്രി പോലെ സബ്ജക്ട് പഠിക്കുന്നതായിരുന്നു പണ്ടത്തെ സിസ്റ്റം. പക്ഷെ ആ മൈനറിന് പകരം അവർ പോയിട്ട് മൾട്ടിമീഡിയ അല്ലെങ്കിൽ സ്റ്റാറ്റിയിലെ ഒരു പേപ്പർ എടുത്ത് പഠിക്കുമ്പോൾ അവരുടെ സബ്ജക്റ്റിലേക്ക് അത് ആഡ് ഓൺ ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു ചെറിയ ഡേഞ്ചർ വന്നിട്ടുണ്ട്. പിന്നെ ഈ വിദ്യാഭ്യാസ ഘട്ടത്തില് ശരിക്കും പറഞ്ഞാൽ മിക്ക കോളേജുകൾക്കും സ്പേസ് ഇല്ല 4ാമത്തെ വർഷം നടത്താൻ ക്ലാസ്സുകൾക്കായിട്ട്. അപ്പോൾ ആ 4ാമത്തെ വർഷം എങ്ങനെ നടത്തണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ഡൗട്ടും എന്തിന് ആശങ്ക തന്നെയുണ്ട് പ്രിൻസിപ്പൽമാർ മാത്രമല്ല മാനേജ്മെന്റിനും. അപ്പൊ കൃത്യമായിട്ട് ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും, ഒരു റോഡ് മാപ്പ്, ഒരു ടൈം ലൈൻ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഒരു ചെറിയൊരു അഭാവം കാണുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ 3rd year എത്തിയപ്പോൾ അഡ്മിഷൻ ടൈമിൽ തന്നെ കുട്ടികൾക്ക് ഒരു സെലക്ട് ഒരു ലിസ്റ്റ് കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു മേജർ എന്ന് പറഞ്ഞാൽ പഴയ മെയിൻ സബ്ജക്റ്റിന് ഉതകുന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ്സിന് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, അവരത് പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പോൾ മേജർ ചൂസ് ചെയ്ത് അഡ്മിഷന് വരുന്ന ഒരു കുട്ടിക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലാങ്കറ്റ്, ഒരു ലാർജ് സ്പേസ്, 10-25 കോഴ്സെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുക. ആ കുട്ടിക്ക് ആ മേജറിന് ചേരുന്ന രീതിയിലുള്ള മൈനേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കണം. അത് അത്രയും നമുക്ക് മിനിമം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ഹയർ എഡ്യൂക്കേഷൻ ഇപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഡിഗ്രി കിട്ടി ഇറങ്ങുന്നതല്ല, ഡിഗ്രിക്ക് ഒപ്പം തന്നെ ആ ഒരു കോൺസെപ്റ്റിൽ ഫറൂഖ് കോളേജിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം സപ്പോസ് എഗെയിൻ BComന്റെ എക്സാമ്പിൾ എടുക്കാം. അവിടെ വരുന്ന ഒരു കുട്ടി പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് ഗ്യാപ്പ് ഇയർ എടുത്ത് അവരുടെ ഒരു വേർഡ് ഉണ്ട്, ചില്ല് ചെയ്യാനായിട്ടൊരു പീരീഡ് എടുക്കുക. ആ ചില്ലിന്റെ പീരീഡ് എന്നല്ലേ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്ലാൻഡ് ആയിട്ടാണ് പിള്ളേർ നീങ്ങുന്നത്. അതിന് നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ കോളേജിൽ വന്ന് ചേരുന്ന ഒരു കുട്ടിക്ക് സൈഡ് ബൈ സൈഡ് ആ കുട്ടിക്ക് വേണമെങ്കിൽ CA എടുക്കാം, CS എടുക്കാം, ഓക്കെ, അല്ലെങ്കിൽ CMA ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ACCA ചൂസ് ചെയ്യാം. അത് ഓരോ കോളേജുകളും പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിഗ്രിക്കൊപ്പം തന്നെ നമ്മൾ വിചാരിക്കും അയ്യോ ഡിഗ്രി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അല്ല, ഒരു ആവറേജ് ഇന്റലക്റ്റ് ഉള്ള, ആവറേജ് IQ ഉള്ള ഒരു കുട്ടിക്ക് പോലും ഒരു ഡിഗ്രി എടുക്കാൻ പ്രശ്നം ഉണ്ടാവില്ല. ഉഴപ്പൊന്നല്ല കേട്ടോ, ഒരു മീഡിയോക്കർ ആയിട്ടുള്ള കുട്ടികളുടെ കാര്യം പറയുന്നത്, അവർക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ചാലഞ്ച് ആയിട്ട് തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. ഈ ആഡ് ഓൺ പോലത്തെ വേറെ കോച്ചിങ് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ BComന്റെ ഉദാഹരണം പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേപ്പർ എക്സാംഷൻസ് വരുന്നത് ACC എഴുതുമ്പോൾ അവർക്ക് ആ എക്സാംസിലെ 6 എണ്ണമാണ് ഒഴിവായി കിട്ടുന്നത്. അപ്പോൾ അതേപോലത്തെ സംവിധാനങ്ങളൊക്കെ നമ്മൾ കോളേജിൽ ഒരുക്കുന്നുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസിൽ ഈ സിലബസ് പറയുന്ന പോലെ 3ാമത്തെ സെമിസ്റ്ററിലും 5ാമത്തെ സെമിസ്റ്ററിലും പോയി ചെയ്യാതെ ആദ്യത്തെ സെം തൊട്ട് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ മടി പിടിച്ചിരിക്കരുത്. എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടുന്നത് നിങ്ങൾ പോയിട്ട് ഇന്റേൺഷിപ്പ് എടുക്കുക. അതായത് ഇപ്പം പുതിയൊരു റൂള് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കോളേജിനും അവരുടെ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് എടുക്കാന്ന്. പക്ഷെ ഞാൻ പറയുന്നു ഇന്റേൺഷിപ്പിന്റെ റിയൽ ഇന്റന്റ് വരുന്നത് ഇൻഡസ്ട്രി
അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസോ അല്ലെങ്കിൽ എന്തിന് ചെറിയൊരു ഫേമിൽ പോയി നോക്കിയാൽ പോലും ആ കിട്ടുന്ന എക്സ്പീരിയൻസ് കോളേജുകളിൽ ഇരുന്ന് ക്ലാസ്സിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മളുടെ കുട്ടികളെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് അതിന്റെ പിന്നാലെയാണ്. അതായത് ഞങ്ങൾ നടത്തിയ ഇന്റേൺഷിപ്പ് പുറത്തെ കുട്ടികൾക്ക് കൊടുക്കുന്നു. പിന്നെ പുറത്തു പോയിട്ട് ഞങ്ങളുടെ കുട്ടികൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് തിരിച്ചു വരുന്നു. ആ ഒരു സ്ട്രാറ്റജി ഇപ്പൊ ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങളുണ്ട് ഫൈസൽ സർ, പക്ഷെ ഇപ്പം ഈ ഒരു ഉദാഹരണം പറയുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെ നമ്മളുടെ എനർജി എങ്ങനെയാ റീറ്റെയിൻ ചെയ്യാന്ന്. ഞാൻ എൻ്റെ ബേസിക് നേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സാധനമാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഞാൻ ഉപയോഗിക്കുന്ന ടെക്നീക്ക് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അത് യൂണിവേഴ്സൽ ടെക്നീക്കാണെന്ന് എനിക്കറിയില്ല. ഞാൻ ട്രാവൽ ചെയ്യും. അതായത് ട്രാവൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ട്രാവൽ ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ട്രാവൽ പാക്കേജ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ പോയി തിരിച്ചു വരുമ്പോഴേക്കും വി വിൽ ഹാവ് ഇനഫ് എനർജി ഫോർ ദ റെസ്റ്റ് ഓഫ് ദി ഇയർ. സോ വിൽ ബി പ്രിപ്പയർഡ്. സോ ആ ഒരു ട്രാവൽ പോസിബിൾ ആണ്. പിന്നെ നമ്മൾ എന്താണോ ഇഷ്ടപ്പെടുന്നത്, പാട്ട് കേൾക്കാനാണോ, അല്ലെങ്കിൽ ബിഞ്ച് വാച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസിൽ തുടങ്ങി അത് തീരുന്ന വരെയും വാച്ച് ചെയ്യുന്നതൊക്കെ ആവാം. അപ്പോൾ എല്ലായ്പ്പോഴും ജോലിയെ പറ്റി അല്ലെങ്കിൽ ബിസിനസ് പറ്റി കൺസേൺ ആവാതെ ടെൻസ്ഡ് ആവുന്ന സമയത്ത് യു ഷുഡ് ഹാവ് എ ഹോബി. അത് വായനയാവാം, അല്ലെങ്കിൽ സിനിമ വാച്ചിങ്ങോ എന്ത് വേണേലും ആവാം, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ കാര്യമാവാം, ഖുറാൻ വായിക്കുന്നതാവാം, അല്ലെങ്കിൽ റെസിറ്റേഷൻ കേൾക്കുന്നതാവാം. അതെന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവണം. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഈ ജോലി, ഈ ടെൻഷനുള്ള കാര്യം മാത്രമല്ല മറ്റ് പല എൻഗേജ്മെന്റ്സും ഉണ്ടാവണം. പിന്നെ മറക്കേണ്ടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യണം. ഞാൻ കുറച്ച് ഫുഡിന്റെ കാര്യത്തിലും ഒക്കെ കുറച്ച് ലേസി ആയിരുന്നു. പക്ഷെ ഒരു അസുഖം വന്നപ്പോഴാണ് തിരിച്ചറിവുണ്ടായത് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണെന്ന്. അതേപോലെ യു ക്യാൻ ഗോ ഫോർ എയറോബിക്സ്, യോഗയ്ക്ക് പോകാം, സൂംബയ്ക്ക് പോകാം. അതിലെല്ലാം നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു എൻഡോക്രൈൻ ചേഞ്ചസ് ഉണ്ടല്ലോ, അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഫൈസൽ സർ, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇനിയും വീടുകളും കാറുകളും ഒക്കെ ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ സന്തോഷവും സമാധാനവും. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മോർ പവർ ടു യു ഫൈസൽ സർ ആൻഡ് ആയിഷ മാം. സനീജ മാം സംസാരിച്ചോളൂ. Hello, Assalamu alaikum and good morning. Aisha Sapna ma'am. ആക്ച്വലി നമ്മൾ ഒരു റിലേറ്റീവും കൂടിയാണ്. ഞാൻ ഏലൂര് മൂപ്പനിൽ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫാമിലി മെമ്പറാണ്. മാമിനായിട്ട് വാട്സപ്പ് കോൺവെർസേഷൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ അദ്നാനും അഫ്രീനൊക്കെ സുഖമായിരിക്കുന്നോ? യെസ്, സുഖമായിട്ടിരിക്കുന്നു. മറ്റേ സിജിയില് വർക്ക്. അതെ മാം, സിജിയില് വോളണ്ടിയർ ആയിരുന്നു. മാമിന് കണ്ട തന്നെ റെക്കഗ്നൈസ് ആവുമെന്ന് അറിയില്ല. നമ്മൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഹായ്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. മറ്റേ സിജി പോലത്തെ ഒരു ഓർഗനൈസേഷൻ, സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ, ചിലർക്ക് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത്, അങ്ങനെ ഒരു സംരംഭം അവിടെ ഉള്ളപ്പം മാമിന് നമ്മുടെ ഫറൂഖ് കോളേജിലെ സ്റ്റുഡൻസിന് അവരെ വെച്ചിട്ട് നല്ലൊരു അവയർനെസ് കൊടുക്കാനും ഒക്കെ സാധിക്കില്ലേ? ഞാൻ ഇതിൽ വോളണ്ടിയർ ആയിട്ട് ഞാൻ അഡ്വക്കേറ്റ് ആണ്. LLB ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വർഷം മുതൽ ഞാൻ ഇതിൽ വോളണ്ടിയർ ആണ്. ഇതിന്റെ കരിയർ ഗൈഡൻസ് സെമിനാർസിനൊക്കെ വർക്ക് ചെയ്യും. ഗൾഫിലുള്ളപ്പോഴും ആയിരുന്നു, ഇവിടെ നാട്ടിൽ വന്നിട്ട് എഡ്യൂക്കഫെ പോലത്തെ ഇതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി മാം പറഞ്ഞ പോലെ തന്നെ നമ്മളും അവിടെ ഒരു സ്റ്റുഡന്റ് പോലെ തന്നെയാണ്. നമ്മൾക്ക് ഈ കുട്ടികളോട് സംസാരിക്കുമ്പം സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അവയർനെസ് ഒക്കെ കിട്ടും. അപ്പം അതില് വിദേശത്തുള്ള പല സ്കോളർഷിപ്സും ഐ വാസ് സർപ്രൈസ് ടു നോ. ലൈക്ക് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, മാം ഞാൻ ആർക്കിടെക്ചർ കഴിഞ്ഞതാണ്, ഞാൻ MArch ചെയ്യാൻ ഇറ്റലിയിൽ പോവാണ്, ജസ്റ്റ് 25,000 ഇന്ത്യൻ റുപ്പീസേ ആവുന്നുള്ളൂ അവിടെ ഒരു വർഷം. ഓക്കെ, അതിന്റെ അക്കാഡമിക്സിന്. പിന്നെ ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ അവിടെ കൺസെഷൻ ഒക്കെ കിട്ടും. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൽ ഉള്ള പ്രശ്നം ബ്രെയിൻ ഡ്രെയിൻ ആണ്. വല്ലാതെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു. അതിനേക്കാളും കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീടും പറമ്പും വരെ പണയം വെച്ചിട്ട് ഈ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഇല്ലാത്ത പൈസ പിടിച്ചിട്ടൊക്കെയാണ് ഇവരെ അങ്ങോട്ട് തള്ളിവിടുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ദേ ആർ ലോസ്റ്റ്. ഇപ്പോഴാണെങ്കിൽ മുമ്പത്തെ പോലെയല്ല, അവർക്ക് മറ്റേ പാർട്ട് ടൈം ജോബ്സ് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സ്കോളർഷിപ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതിനെ കുറിച്ചിട്ടും
പിന്നെ സിജിയിൽ നമുക്കൊരു ഗുണം വെച്ചാൽ നമ്മുടെ സ്റ്റുഡൻസ് വേൾഡ് ഓവർ ഉണ്ട്, പല യൂണിവേഴ്സിറ്റീസിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് ഓൺലൈൻ അവർ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം ക്ലബ് ചെയ്തിട്ട് ആ കുട്ടികൾക്ക് നല്ലൊരു എക്സ്പോഷർ കൊടുക്കാൻ പറ്റില്ലേ കരിയർ ഗൈഡൻസിന് വേണ്ടിയിട്ട്? ഇതാണ് എൻ്റെ ചോദ്യം. താങ്ക് യു. മൂവ് പവർ ടു യു. ഓക്കെ സനീജ മാം, അതില് ഫറൂഖ് കോളേജിൽ സിജി മാത്രമായിട്ടല്ല അസോസിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് സ്കോളർഷിപ്സ് സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സീക്രട്ടും കൂടെ പറഞ്ഞുതരാം എനർജൈസേഴ്സ് ക്ലബ് മെമ്പേഴ്സിന്. ഫറൂഖ് കോളേജിൽ വരുന്ന മാർക്കുള്ള കുട്ടികൾ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പക്ഷെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾ കുറേ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചു കൊടുത്ത 3.5 crores കൂടുതൽ ഒരു എമൗണ്ട് ആണ് സ്കോളർഷിപ്പ് വാങ്ങിച്ചു കൊടുത്തത്. ഓക്കെ, ദാറ്റ് ഈസ് വൈൽ ദേ സ്റ്റഡിങ്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൈക്ക് അമേരിക്കൻ എംബസി, ബാക്കിയുള്ള ഇറാസ്മസ് മണ്ടേഴ്സ് പോലത്തെ ടീംസ് ഒക്കെ ആയിട്ട് കൊളാബ് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലൊരു സക്സസ് സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഫിസിക്സ് MSc ഫിസിക്സ് കഴിഞ്ഞൊരു ലാമിയ തെർഷയുണ്ട്, നല്ലൊരു മോള്, ഭയങ്കര എന്താ പറയാ, നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിക്ക് ഇപ്പം വന്നിരിക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ 3 സ്ഥലങ്ങളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ PhD ഓഫേഴ്സ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ വിചാരിക്കുന്നിടത്ത് എല്ലാ കുട്ടികൾ, അപ്പം സിജി മാത്രമല്ല ഇതുപോലത്തെ എല്ലാ പ്ലാറ്റ്ഫോംസും ശരിക്കും പറഞ്ഞാൽ എല്ലാ അധ്യാപന സ്ഥാപനങ്ങളും ടേക്കപ്പ് ചെയ്യണം. കാര്യം നമുക്ക് എവിടെ നിന്നാണ് ഈ സോർട്ട് ഓഫ് സ്കോളർഷിപ്പ് ഓഫേഴ്സ് വരുമെന്ന് അറിയില്ല. ഇപ്പം ആ കുട്ടി പോകാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ചിലിയിലേക്കാണ് പോകുന്നത്. അപ്പം അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളായിട്ട് ആ മോൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇറ്റ് ഈസ് പോസിബിൾ. അപ്പം ഇന്നത്തെ കാലത്ത് കോമ്പറ്റീഷൻ ഒക്കെ മാറ്റി വെച്ചിട്ട് കൊളാബറേഷൻ്റെ ടൈമാണ്. അത് ഓർമ്മ വെച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ പണ്ട് നമ്മൾ പറയാനല്ലോ മറ്റവനേക്കാളും ഭേദമായിരിക്കുന്നത്, ആ ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് കുട്ടികൾക്ക് എന്താണോ ഏറ്റവും നല്ല ഔട്ട്കം ഉണ്ടാക്കുന്നത് അതിലോട്ട് നമ്മൾ വരണം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. ചോദ്യം ചോദിക്കുന്ന ആളുകൾ ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലോട്ട് വരണം, നമുക്ക് സമയം കുറവാണ്. ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലോട്ട് വരാം. മാം പെട്ടെന്ന് തന്നെ ആൻസർ പറയുകയും ചെയ്യും. എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, മാക്കുൽ സാർ സംസാരിച്ചോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. വളരെ സന്തോഷം തോന്നുകയാണ്. ഒറ്റക്കാര്യം, നേരിട്ട് ചോദ്യത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. എന്റെയും ഡോക്ടർ സാറേയും ഒക്കെ ഫ്രണ്ടാണ് മാം പറഞ്ഞ നസീർ പ്രിൻസിപ്പൽ സാർ, ഞങ്ങളുടെ പേരാമ്പ്ര നാട്ടുകാരനാണ്. ഓക്കെ, എനിവേ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഞങ്ങള് രക്ഷിതാക്കള് ഈ പുതിയ ജൻസിയെ നേരിടുന്നതിൽ, മാനേജ് ചെയ്യുന്നതിൽ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അതിൻ്റെ ഒരു പ്രൈം ഘട്ടത്തിലാണ് ഈ ഒരു വിഭാഗത്തെ മാമിന് കിട്ടുന്നത്, മാം നയിക്കുന്നത് പോലെയുള്ള കോളേജുകൾക്ക് കിട്ടുന്നത്. എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ ഭംഗിയായി സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ രക്ഷിതാക്കൾക്ക് അറിയേണ്ടത്. ഞാൻ സ്കൂൾ ടീച്ചറായിരുന്നു, പക്ഷേ കോളേജ് ഘട്ടം ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നല്ലോ. രണ്ടാമത്, ഈ മാമിന്റെ ക്ലാസ്സിൽ മനഃശാസ്ത്രപരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സിലബസില്, കരിക്കുലത്തില് മനഃശാസ്ത്രപരമായ സമീപനങ്ങളെ പറ്റി, മെന്റൽ സ്ട്രെങ്ത് കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ നാട് വരാത്തത് എന്നുള്ള ചോദ്യം പറയാണ്. സന്തോഷം ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. താങ്ക് യു മോർ ടു യു. ഓക്കെ, താങ്ക് യു മക്കുൽ സർ. ജെൻ സീനെ ഹാൻഡിൽ ചെയ്യല്, എനിക്ക് തോന്നുന്നു ഈ ഹാൻഡിൽ ചെയ്യുന്നേക്കാളും അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. ഇപ്പം പലരും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഓരോ തിയറി വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ആ കുട്ടിക്ക് 8 മിനിറ്റ് കൂടുതൽ അറ്റൻഷൻ സ്പാൻ ഉണ്ടാവില്ല, അത് കഴിഞ്ഞാൽ ഡിസ്ട്രാക്റ്റഡ് ആവും എന്നൊക്കെ പറയുന്നത്. അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഓവർലോഡ് ഒരു യുഗത്തിലാണ് അവർ ജീവിക്കുന്നത്. എന്തിനും ഒരു ക്ലാസ്സിൽ പോയിട്ട് പഴയ ടെക്സ്റ്റൽ രീതിയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മളുടെ ടീച്ചേഴ്സ്, നമ്മുടെ ക്യാമ്പസ് വളർന്നിട്ടുണ്ടെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യാൻ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ചാലഞ്ചസ് ഉണ്ട്, പുറത്തുള്ള ചാലഞ്ചസ് ഒക്കെ. അതായത് കോളേജ് ക്യാമ്പസിൽ അഡ്മിഷൻ നടക്കുമ്പോൾ പുറത്തുള്ള നെഗറ്റീവ് ഗ്യാങ്ങുകൾ എന്ന് പറയും, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല, അതേപോലത്തെ ആൾക്കാർ അവരുടെ കൺസ്യൂമേഴ്സിനെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ കോളേജസിന് അവർ പ്രൊട്ടക്ട് ചെയ്യണമെന്നും കൂടി ഉണ്ട്. പിന്നെ ജെൻസിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അവർക്ക് വേണ്ടത് അവർ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ കഴിവുള്ള കുട്ടികളാണ്. അപ്പം ടെക്നോളജി നമ്മളുടെ ജനറേഷൻ കുറച്ചൊക്കെ മനസ്സിലാക്കിയെടുക്കണം. അതായത് ഇപ്പം ഞാൻ പ്രിൻസിപ്പൾ ആയതുകൊണ്ട് ഞാൻ ഒരു ടെക്നോളജിയും AI ടൂൾസ് ഉപയോഗിക്കില്ല എന്ന് വാശി പിടിക്കാൻ ഞാൻ പാടില്ല. ഞാനിപ്പോ ക്ലോഡ് എന്താണെന്ന് അറിയണം, അതേപോലെ എനിക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ വരെ എനിക്ക് അറിയണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ്. പിന്നെ എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നെങ്കിലും ഞാൻ ICT ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ്. എന്തിന് ഒരു ICT റിഫ്രഷർ കോഴ്സിന് വരെയും ജമ്മുവിൽ പോയിട്ടുണ്ട്. എന്നിട്ട് 2-3 സെഷനിൽ ഒന്നും തന്നെ മനസ്സിലാവാതെ ആകെ വിഷമിച്ചിരുന്ന ആള് പോലെയാണ്. അപ്പം ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ അവരുടെ ഇടങ്ങളും കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ I think we will have more power within ourselves and we'll be able to transmit that power to them. അവർക്കും കൂടെ കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടെക്നോളജി അവയർനെസ് വരുത്തുക, ട്രെയിനിങ്ങുകളൊക്കെ എടുക്കുക. ഇപ്പം ഇന്നലെ ISTD എന്ന് പറഞ്ഞൊരു ഫോറം ഉണ്ട്, ട്രെയിനിങ് ഫോറം. അപ്പം അവരുടെ ക്യാമ്പിൽ പങ്കെടുത്ത പ്രായമുള്ള ഗ്രൂപ്പും അതേപോലെ ജെൻസിയും ഉണ്ടായിരുന്നു. എന്നിട്ട് ജെൻസിയുടെ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ലായിരുന്നു, ടൂൾസ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, എനിക്കിനി പഠിക്കുമ്പോൾ ഉപയോഗിക്കാമെന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ട AI ടൂൾസ് ഇപ്പം കുറേ ഉണ്ട്. അതിൽ ഏറ്റവും നല്ലത് ഏതാണോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു മീറ്റിംഗ് ഇതിന്റെ മിനിറ്റ്സും കാര്യങ്ങളും നോട്ട് ചെയ്യാനായിട്ട് ഏത് AI ടൂൾ ഉപയോഗിക്കുക? വി ക്യാൻ യൂസ് AI ടൂൾ ലൈക്ക് എ ഫയർഫ്ലൈ. അതുപോലത്തെ അറിവുകൾ നമ്മളുടെ കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ കൊടുക്കണം. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ BSc AI എന്നൊക്കെ പറഞ്ഞ കോഴ്സുകൾ കാണുന്നുണ്ട് പലയിടത്ത്. അതിനേക്കാളും നമ്മളുടെ കോളേജിൽ, അഥവാ എൻ്റെ കോളേജിൽ ഞാൻ പറയുന്നത്, നമ്മുടെ കോളേജുകളിൽ കൊടുക്കുന്ന കോഴ്സുകളിൽ AIയും കൂടെ ശരിക്കും പറഞ്ഞാൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞങ്ങൾ ഓട്ടോണമസ് കോളേജ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ BOS ബോർഡർ സ്റ്റഡീസ് കൂടിയിട്ട് അത് ശരിക്കും ചെയ്യാം. ടഫായിട്ടുള്ള സബ്ജക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഗെയിമിഫിക്കേഷൻ പ്രോസസ്സിലൂടെ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിൽ ക്രിട്ടിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിസിസം പഠിപ്പിക്കാനായിട്ട് ഗെയിമിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ ചേഞ്ച് നമ്മളുടെ ഹയർ എഡ്യൂക്കേഷനിൽ വരുത്താനുണ്ട്. കുട്ടികളെ ആകർഷിച്ച് സന്തോഷിപ്പിച്ച് പഠിപ്പിച്ച് ചിന്തിപ്പിച്ച് ആണ് സ്ഥാപനങ്ങളിൽ നിന്ന് പോകാനുള്ളത്. അല്ലാതെ പഴയ രീതിയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പഠിക്കൂ, ഫോട്ടോസ്റ്റാറ്റ് എടുക്കൂ, എന്നിട്ട് വീണ്ടും വീണ്ടും വായിക്കും, അതൊക്കെ നല്ലതാണ്. പക്ഷെ ക്ലാസ് റൂമിൽ പിടിച്ചിരുത്തണമെങ്കിൽ നമ്മൾ പുതിയൊരു ടെക്നോളജി എടുക്കണം. പിന്നെ സാറ് രണ്ടാമത്തെ പോയിന്റ് ചോദിച്ചത് ഏതായിരുന്നു? I think it was regarding like മക്കുൽ സർ, സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു സാർ ചോദിച്ചത്? മനഃശാസ്ത്രപരമായ സമീപനം, ആറ്റിറ്റ്യൂഡ് മീൻസ് കരിക്കുലത്തില് ഉൾപ്പെടുത്തുന്നതിനെ പറ്റിയായിരുന്നു. ആക്ച്വലി അങ്ങനെ ചിന്ത കഴിഞ്ഞ സർക്കാരിന്റെ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. പട്ടാമ്പിയിലുള്ള MLA മോസിൻ, അവര് ഇതൊരു പ്രോട്ടോടൈപ്പ് പ്രോജക്റ്റ് ആയിട്ട് ഏറ്റെടുത്തിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് മെന്റൽ വെൽനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ പീരീഡിൽ വേറൊരു കാര്യം കൂടെ ക്യാമ്പസിൽ നടന്നിട്ടുണ്ട്. അതായത് കൗൺസിലിംഗ് സെന്റേഴ്സ്, അതായത് ഇപ്പം 3 സ്ഥാപനങ്ങൾ അടുത്തടുത്തുണ്ടെങ്കിൽ ഈ 3 സ്ഥാപനങ്ങൾക്കായിട്ട് ഒരു എന്താ പറയാ സൈക്കോളജിസ്റ്റ് ഫോർ കൗൺസിലിംഗ് വരുന്നുണ്ട്. അത് ഭയങ്കര മാറ്റമാണ്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ പഴയ ടാബു കീപ്പ് ചെയ്യുന്നില്ല. അവർക്ക് വിഷമങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവർ ഇമ്മീഡിയറ്റ്ലി പറയുന്നുണ്ട്. അതേപോലെ ഒരു കോഴ്സിലില്ലാണ്ട് വന്നിട്ട് പറയും ഐ എം ഡിപ്രസ്ഡ്, വി നീഡ് ഹെൽപ്പ് മാം, ഐ നീഡ് ഹെൽപ്പ് എന്ന് പറയാൻ മടിയില്ലാത്താണ്. അതേപോലെ പേരൻസിനും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ജെൻസിയുടെ പേരൻസിന് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആങ്ഷ്യസ് ആവുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഓവർ ആങ്ഷ്യസ് ആവണ്ട. അതേപോലെ കരിക്കുലറിന്റെ ഭാഗം ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ബ്രിഡ്ജ്. അതായത് ഏതെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇനീഷ്യൽ പാർട്ടിൽ ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് സ്ഥാപനങ്ങൾ കൊടുക്കാൻ തുടങ്ങിയാൽ നന്നായിരിക്കും. അതേപോലെ +2 ഹൈസ്കൂളിലും ഈ പറഞ്ഞിട്ടുള്ള ഇന്റർവെൻഷൻ ആവശ്യമുണ്ട്. കോളേജിലല്ല ഇനീഷ്യൽ ആവശ്യമുള്ളത്, സ്കൂളുകളിലാണ്. അപ്പം കുട്ടികളെ മനസ്സിലാക്കി അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് പ്രോബ്ലംസ് ഓർ ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏർലി ഇന്റർവെൻഷൻ ആണ് വേണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. പിന്നെ കോളേജിൽ വന്നാലും സോഷ്യൽ മറ്റ് പാരാമീറ്റേഴ്സിൽ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഈവൻ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ അബ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള കേസുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ സൈക്കോളജിസ്റ്റിന്റെ പ്രസൻസ് വളരെ ആവശ്യമാണ്. ഇനിയിപ്പോൾ ആ സൈക്കോളജിസ്റ്റിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ദേ വിൽ പാസ് ഇറ്റ് ഓൺ ടു ഫർദർ ഡോക്ടേഴ്സ് ലൈക്ക് സൈക്യാട്രിസ്റ്റിലേക്ക് നമ്മൾ റെഫർ ചെയ്യുക. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. Thank you, Makul sir. More power to you.
ശ്രീ ശിവ എന്ന് പറയുന്ന ഒരു ഐഡിയില് സംസാരിച്ചോ. ഞാൻ ദിവ്യാണ് മാം. ദിവ്യാണ് അല്ലെ? ഓക്കെ മാം. മാം, ഞാനിപ്പോ ഇവര് ഇത്രയും സംസാരിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയത് ആ മാഡം വന്ന ഓരോ വഴികളും കല്ലും മുള്ളും കഷ്ടവും ബുദ്ധിമുട്ടും എല്ലാം അവര് ഒരു പുഞ്ചിരിയോടുകൂടി നമ്മുടെ കൂടെ ഷെയർ ചെയ്തു. ഒരുപാട് അവര് വന്ന് സ്ട്രഗിൾ ചെയ്ത് വന്ന വഴികളിൽ ഉണ്ടായ ഒരു നെഗറ്റിവിറ്റി പോലും, അതായത് അവരിങ്ങനെ ഒരു പരാതിയോ പരിഭവങ്ങളോ ഒന്നും പറയാതെ സന്തോഷത്തോടു കൂടി തന്നെ അത് ഷെയർ ചെയ്തു. അവര് വന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്നിരിക്കുന്ന ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് അവര് പുഞ്ചിരിയോടുകൂടി നമ്മളോട് പറഞ്ഞു തന്നു. അതെല്ലാം അവരെ സ്ട്രോങ് ആക്കി ഇന്ന് അവര് വന്ന് ഇരിക്കുന്ന ആ സ്റ്റേജ് എത്തിയത് വരെ അവർ ആ ചിരിയോടുകൂടിയാണ് അത് ഷെയർ ചെയ്തത്. അപ്പോ അത്രത്തോളം അവര് അതിനെല്ലാം അതിജീവിച്ചു. അപ്പോ നമ്മളൊക്കെ എത്രത്തോളം അവരെ കണ്ട് പഠിക്കാനുണ്ട്. നമ്മളും വരുന്ന വഴികളിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും പരാതികളായിട്ട് അത് പറയാതെ അതിനെയെല്ലാം നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ചവിട്ടുപടികളാക്കി ഒരു നല്ല നിലയിൽ എത്തിയിട്ട് നമ്മൾ എങ്ങനെ ഇതിനെ ഷെയർ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇവരെ കണ്ട് പഠിക്കണമെന്ന് ഞാനും എല്ലാവരും പഠിക്കണമെന്ന് തന്നെ പറയണം. കാരണം അവർ അത്രയും പുഞ്ചിരിയോടുകൂടിയാണ് അവരെല്ലാം സ്ട്രഗിൾ ചെയ്ത ഭാഗങ്ങളെല്ലാം പറഞ്ഞത്. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള വുമണും ആണ്, നല്ല ഒരു സ്നേഹമുള്ള ഒരു സ്ത്രീയുമാണ്. ഇന്ന് ഇവരെ കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇതിന് ഞാൻ റാഷിദ് സാറിനോട് വളരെ നന്ദി പറയുന്നു. താങ്ക് യു മാഡം, താങ്ക് യു സാർ. ദിവ്യ, ഒരു രഹസ്യം കൂടെ ഈ ഗ്രൂപ്പിൽ നമുക്ക് പറഞ്ഞാലോ. വുമൺ എന്ന നിലയ്ക്ക് ഹിസ്റ്റോറിക്കലി നമ്മൾ എന്തോ ഒരു ഇമോഷണലി വീക്ക് ആയിട്ടുള്ള വ്യക്തികളായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം സ്ത്രീകൾക്കൊരു പ്രത്യേക എന്താ പറയാ ഒരു പവർ ഉണ്ട്. നമുക്ക് ഒരേ സമയം പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. അത് ഒരു എന്താ പറയാ സീക്രട്ട് റെസിപ്പിയാണ്. അപ്പം ദിവ്യ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ, മോർ പവർ ടു യു ദിവ്യ. അടുത്തതായിട്ട് സക്കീന മാം സംസാരിച്ചോളൂ. ദിവ്യ അല്ല മാം, ദീപയാണ്. ദീപ. ഓക്കെ, ദീപ. ഓക്കെ, മോർ പവർ ടു യു. സക്കീന മാം സംസാരിച്ചോളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ ആയിഷ സ്വപ്ന ഞങ്ങളെ നാട്ടുകാരിയാണ്. അപ്പം ഞാൻ 2 വാക്ക് പറയാതിരിക്കുന്നത് മോശമല്ലേ, അത് വിചാരിച്ചു വന്നതാ. പിന്നെ ഞാൻ ഇവിടെ കോളേജിലുള്ള പ്രൊഫസർ റിട്ടയേർഡ് ഡോക്ടർ ടി എ മുഹമ്മദിന്റെ വൈഫാണ്. സക്കീന ടീച്ചറായിരുന്നു. 2 പേരും റിട്ടയർ ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്റ്റാഫ് ടൂർ പോയിരുന്നു. അന്നാണ് എനിക്ക് മിസ്സിനെ കൂടുതൽ അറിയാനും ഒന്നിച്ച് ഫുഡ് കഴിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ കുറേ വർഷമായി, 10-15 വർഷമായിട്ടുണ്ടാവും. അന്ന് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മിസ് ചെറിയ കുട്ടികളുടെ അടുത്തൊക്കെ പോയി പ്രോത്സാഹിപ്പിക്കുക, പുറത്തൊക്കെ തട്ടുക, അങ്ങനെ. അപ്പം അന്ന് പറഞ്ഞ ഓരോ വാക്ക് എൻ്റെ മോനെടുത്ത് പറയും. അവനിന്ന് പിന്നെ ഇത് എന്താണ് +2 ക്വാളിഫൈഡ് ആയി, ടീച്ചറായി കുറച്ച് വർക്ക് ചെയ്ത് പിന്നെ ഓരോ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അന്ന് തന്നെ മിസ്സിനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പല കുട്ടികളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ നല്ല സ്മാർട്ടാണ്, പിന്നെ നല്ല തമാശയൊക്കെ പറഞ്ഞ് അന്ന് തന്നെ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഒന്നിച്ച് ട്രാവൽ ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ അറിയാം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഞാൻ താമസിക്കുന്നത് അൽഫാറൂഖ് സ്കൂളിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. അപ്പം ഇനിയും പിന്നെ മിസ് ഒരുപാട് ഉയരത്തിലെത്തട്ടെ, പല പ്രതിസന്ധികളിലും തളരാതെ പിടിച്ചെന്ന് കേട്ടു. അപ്പം ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ കാര്യം പഠിക്കുന്നത്. അപ്പം പിന്നെ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ടോക്ക് വളരെ സൂപ്പറായിരുന്നു. താങ്ക് യു മിസ്. എല്ലാവർക്കും താങ്ക് യു. മോർ പവർ ടു യു. സക്കീന മിസ്, താങ്ക് യു. മുഹമ്മദ് സാറും സക്കീന മിസ്സും ഫറൂഖ് കോളേജിന്റെ ഭാഗം തന്നെയാണ്. താങ്ക് യു. അതെ അതെ, താങ്ക് യു മിസ്. ഓക്കെ, മോർ പവർ ടു സക്കീന മാം. ജമീല ടീച്ചർ, ഞാൻ ഒരു മിനിറ്റ് സംസാരിക്കട്ടെ? റംല മാം തിരക്കിലാണോ? ഒരു ട്രാവലിംഗിലാണെങ്കിൽ വേണ്ട, സംസാരിച്ചോട്ടെ. കുറെ പേര് ഹാൻഡ് റൈസ് ചെയ്തതായിട്ടുണ്ട്. റംല മാം പിന്നീട് കഴിയില്ലെങ്കിൽ ചെയ്തോളൂ, സംസാരിച്ചോളൂ. ഹലോ സ്വപ്ന മാം, വെരി ഗുഡ് ക്ലാസ്, വെരി ഇൻഫോർമേറ്റീവ്. ചോദിക്കേണ്ടതൊക്കെ പലരും ചോദിച്ചു. പിന്നെ ഞാൻ ട്രാവലിംഗിലാണ്, അപ്പൊ ഒരു ഗ്രൂപ്പിന്റെ കൂടെ എന്റെ ബ്രദേഴ്സ് പോവാണ്, അപ്പൊ ഡിസ്റ്റർബൻസ് വരും എന്ന് വിചാരിച്ചാണ്. വളരെ നല്ല സെഷൻ ആയിരുന്നു. ഞാൻ കേൾക്കുകയും ചെയ്തിരുന്നു സ്വപ്ന മാമിനെ പറ്റിയിട്ട്. സഫർ അലി, എന്റെ ബ്രദറിന്റെ സഫർ അലിക്ക് കൊടുങ്ങല്ലൂര് മോനെ, എന്റെ ബ്രദറിന്റെ മോളെ. അപ്പൊ നിങ്ങളെ സെഷൻ എന്ന് പറഞ്ഞപ്പോൾ അവർ കണ്ടിട്ടുണ്ട്, എന്റെ സിസ്റ്ററിലും എന്റെ കൂടെ ഉണ്ട്. അപ്പൊ കാത്തിരിക്കുന്നു നിങ്ങളുടെ സെഷൻ. വളരെ നല്ല സെഷൻ, വളരെ ഇൻഫോർമേറ്റീവ്. താങ്ക് യു സോ മച്ച്. ഈ കൂടുതൽ പിന്നീട് നമുക്ക് സംസാരിക്കാം. ഞാൻ ഇതിന്റെ ഒരു ഭാഗമാണ്, തുടക്കം മുതലേ ഉണ്ട് NHS ക്ലബിന്റെ കൂടെ. താങ്ക് യു സോ മച്ച് മാം, വെരി ഗുഡ് ക്ലാസ്.
ഓക്കെ, മോർ പവർ ടു യു റംല മാം. ഫാത്തിമ മാം സംസാരിച്ചോളൂ. ഫാത്തിമ സ്ഫോറ മാം സംസാരിച്ചോളൂ. ഹലോ അസ്സാം വലൈക്കും, ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് ഫാത്തിമ സെറീൻ, ഞാൻ കോഴിക്കോട് തന്നെ താമസിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മളിപ്പം ഒരു മിഡിൽ സ്കൂൾ, എൻ്റെ മോളെ കുറിച്ചാണ് ചോദിക്കുന്നത്, അവളെ പഠിക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾ ശരിക്ക് മാം എന്നെ പറഞ്ഞു മാം ഇൻട്രോവേർട്ടഡ് ആയിരുന്നു എന്ന്, അല്ലേ? അപ്പൊ ഒരു ഇൻട്രോവേർട്ടായി ഒരു കുട്ടികൾക്ക് ഒരു ബേസിക് ക്യാരക്ടർ ഉണ്ടാവും, അല്ലെ? ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു കുട്ടി എങ്ങനെ, ഇപ്പം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ എനിക്ക് ചോദ്യം, ഞാൻ സ്കൂളിൽ പോയിട്ട് ഇത് കുറെ അവതരിപ്പിച്ചതാ, സ്കൂളിൽ പ്രിൻസിപ്പലിനോടും ടീച്ചേഴ്സിനോടൊക്കെ ഞാൻ അത് പ്രസന്റ് ചെയ്തതാ. പക്ഷെ അവർക്കൊന്നും ശരിക്കുള്ള ഒരു എനിക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ അവർക്ക് തരാനും പറ്റിയിട്ടില്ല. അപ്പൊ അവരോട് എന്താ പറയാനുള്ളതെന്നാണ്. അപ്പം ഈ കുട്ടികളെ ഇൻട്രോവേർട്ടഡ് ആവുമ്പം അവർക്ക് ഇങ്ങനെ പുറത്തേക്ക്, ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ കുറെ അധികം സംസാരിക്കാത്ത കുട്ടികൾ ഉണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവരത് പറയില്ല, അങ്ങനത്തെ കുറെ കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ നല്ലോണം ഭയങ്കര സ്മാർട്ടായിട്ട് എടുത്ത് ചാടി പറയുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ എന്റെ മോളൊക്കെ അവൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അവളെ പേര് ചോദിച്ചാൽ മാത്രമേ അവൾ ആൻസർ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കുട്ടികൾ ബാക്കിലേക്ക് പോവാണ് കുറെ കുട്ടികൾ, അല്ലേ? അപ്പൊ അവര് നമ്മൾ എങ്ങനെയാണ് ഈ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട് ഇവരും കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ സ്കില്ല്, ഇതൊക്കെ കുറച്ചൊരു എന്താ ഒരു കോൺഫിഡൻസ് ലെവൽ കുറവുണ്ട്. ഇവരെ കമ്പനി ആണെങ്കിലും അങ്ങനത്തെ കുട്ടികളാണ് ഇവര് ഭയങ്കര ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഇവരെങ്ങനെ നമ്മൾ പിന്നെ പുറത്തേക്ക് കൊണ്ടുവരാം? അത് എന്താണ് ഇനി എനിക്ക് ടീച്ചേഴ്സിനോട് പറയാനുള്ളത്? ഓക്കെ, അതിൽ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാത്തതാണ് ശരിക്കും പറഞ്ഞ ഇൻട്രോവേർഷന്റെ ആദ്യത്തെ ഒരു പോയിന്റ്. പിന്നെ മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കുന്നുള്ള അമിതമായ ആശങ്കയും ഉണ്ടാവും ആ ഒരു സ്റ്റേജിൽ. എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി നന്നായി വായിക്കുക, കുറച്ച് ലോക ജ്ഞാനമൊക്കെ ഉണ്ടെങ്കിൽ നാച്ചുറലി ഒരു സ്റ്റേജ് എത്തുമ്പോൾ റെഡി ആയിക്കോളും. പിന്നെ ടീച്ചേഴ്സിനോട് പറഞ്ഞ് നമ്മൾ ചെയ്യിപ്പിക്കുന്നതിനേക്കാളും ഫാത്തിമയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, കുട്ടീനെ ശരിക്കും പറഞ്ഞാൽ, ഇപ്പം നേരത്തെ ഒരു മാം പറഞ്ഞ പോലെ സിജി പോലത്തെ ഫോറംസ് ഉണ്ട്, സമ്മർ സ്കൂൾസ് അല്ലെങ്കിൽ വെക്കേഷൻ ക്യാമ്പ്സ്, അതുപോലത്തെ സ്ഥലങ്ങളിൽ വിടുന്നത് നല്ലതാ. അതായത് സമപ്രായക്കാരുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും ആ സമയത്ത്. എൻ്റെ ചേഞ്ച് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ബേസിക്കലി നന്നായി വായിക്കും, എനിക്ക് വായന ഭയങ്കര ഒരു ഹരമുള്ള ആളായിരുന്നു. പക്ഷേ ഞാൻ പുറത്ത് സൗദി അറേബ്യയിലൊക്കെ വളർന്നുകൊണ്ടായിരിക്കാം ഫ്രണ്ട്സ് ഗ്യാങ്ങുമായിട്ടായിരുന്നു കൂടുതൽ കണക്ഷൻ ഉള്ളത്. അപ്പൊ ഫ്രണ്ട്സ് ഗ്യാങ് ഈ കുട്ടിക്ക് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സ് ഗ്യാങ് തുടർന്നോട്ടെ, സൈലന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, തുടർന്നോട്ടെ. എനിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നിറയെ ബന്ധുക്കളായപ്പം വല്ലാണ്ട് കൂടുതൽ തോന്നി. അതായത് റിലേറ്റീവ്സ് വരുമ്പോൾ ഞാൻ എൻ്റെ റൂമിലേക്ക് മേലേക്ക് കയറി പോകുന്ന ഒരു അവസ്ഥയൊക്കെ കാണിച്ചിരുന്നു. പക്ഷെ ഡിഗ്രി ആയപ്പോൾ അവിടെ, ഇപ്പം സെൻട്രൽ ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത്, അവിടെ എനിക്ക് കിട്ടിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ, അവിടെ ഞാൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് ചേരുന്നുണ്ട്, മാസ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ പിന്നീട് പുറത്തു പോയിട്ട് ഞാൻ ട്രാവൽ ആൻഡ് ടിക്കറ്റിങ്ങിന്റെ അയാറ്റയുടെ കോഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ അന്ന് വിപ്രോ ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് സ്കിൽസും കൂടി ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു ഫോറം ആയിരുന്നു. അവരുടെ കമ്പനിയിൽ പോയിട്ട് എറണാകുളത്ത് കൊച്ചിയിൽ എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടി. അപ്പൊ അവിടെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ MBA MAPM കിട്ടിയിട്ടുണ്ടെങ്കിൽ രാജഗിരിയിൽ ഞാൻ പോകാവുന്നതാണ്. അപ്പം അതിന്റെ കോച്ചിങ്ങിനൊക്കെ പോയത് ഒരു ശരിക്കും പറഞ്ഞ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഐ ഗോട്ട് ദ സ്കിൽസ്, ഐ ഗോട്ട് ദ കോൺഫിഡൻസ്. അതിനുള്ള ധൈര്യം കിട്ടുന്നത് ഇതേപോലത്തെ പ്ലാറ്റ്ഫോമിലൂടെയാണ്. അപ്പം എന്താണോ നമ്മളെ പേടിപ്പെടുത്തുന്നത് അതിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് കുട്ടിക്ക് ധൈര്യം കൊടുക്കാത്തിടത്തോളം ആ കുട്ടി പിന്നോട്ട് നിൽക്കുകയാണ്. പിന്നെ എൻ്റെ തന്നെ സ്റ്റോറി ആവണമെന്നില്ല, എല്ലാവരുടെയും പല റീസൺസ് ഉണ്ടാവും. അപ്പൊ ഫാത്തിമ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിൽ, പക്ഷെ വല്ലാണ്ട് പുഷ് ചെയ്ത് മുന്നിലേക്ക് ഇടണ്ട, കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ കോൺവെർസേഷൻസിൽ ഇൻവോൾവ് ചെയ്യിക്കുക. പിന്നെ നല്ല എന്താ പറയാ, ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നാച്ചുറലി ഒരു ഷോക്ക് അബ്സോർബർ ആണ്. കാര്യം ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിൽ അവരുടെ റിയൽ സ്വഭാവം പുറത്തേക്ക് വരും, നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ, പിന്നെ കോഴിക്കോട് ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉള്ളതുകൊണ്ട് അതിലേതെങ്കിലും ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടീനെ പങ്കെടുപ്പിക്കുന്നത് നന്നായിരിക്കും.
അല്ലാതെ ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല, ഒരു ഫേസ് മാത്രമാണ്. അതായത് അവര് ദ ലുക്കിംഗ് ഇൻവേർഡ്സ്, അനലൈസിങ് ദംസെൽസ്, അതേപോലെ മറ്റുള്ളവരൊന്നും നമ്മളെ കുറിച്ചിട്ടല്ല ചിന്തിക്കുന്ന ഒരു തിരിച്ചറിവ് ഫാത്തിമ പറഞ്ഞു കൊടുക്കുക അവരോട്. അതായത് നീ എങ്ങനെയാ പെരുമാറുന്നത്, നീ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇതൊന്നുമല്ല ആൾക്കാരെ ശ്രദ്ധിക്കുക, ഓവറോൾ ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തിന് ഈവൻ അപ്പിയറൻസും മറ്റു കാര്യങ്ങളിലും ഒക്കെ കുട്ടി കൺസേൺഡ് ആയിരിക്കും ഈ ടീനേജില്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലാമിംഗ് അപ്പ് ആണ്. ആ ക്ലാം ഒരു ദിവസം തുറക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഫാത്തിമ മാം, നമ്മുടെ ഈ 2 days വർക്ക്ഷോപ്പ് ഇതിനൊക്കെ പരിഹാരമാണ് മാം. മാം അതിനെ കുറിച്ച് കൂടുതൽ അറിയണം. നമുക്ക് ആ 2 ദിവസത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വണ്ടി സർവീസിന് കൊടുത്താൽ എങ്ങനെയാണോ പുറത്തിറങ്ങുന്നത് അതുപോലെയാണ്. നമുക്ക് അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള വർക്ക്ഷോപ്പാണ് സാറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ മാം. ഓക്കെ, ഒരു കാര്യം മാം, ഇതില് ശരിക്കും കുട്ടികളൊക്കെ ഒരു അബോവ് ആവറേജ് ഇന്റലക്ച്വലി എങ്ങനെയാന്ന് എനിക്കറിയാം, ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവർക്ക്. ഇപ്പൊ ഇവരുടെ ഒരു ഗ്യാങ്. പക്ഷെ ഇവർക്ക് അതാണ് അത് അത് ഒരു ഏജിന്റെ കൂടെ ഒരു പ്രോബ്ലം ആവും അല്ലേ? ഏജ് മാറ്റർ, ഏജ് ഒരു ഫാക്ടറാണ്. പിന്നെ ഈ എബവ് ഇന്റലിജന്റ് ആൾക്കാര്, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഫ്രണ്ടിന്റെ ഒരു കുട്ടിയുടെ കാര്യമാണ്. നല്ലൊരു ഗ്യാങ്ങിലാണ് ആ കുട്ടിയുള്ളത്. നോ നെഗറ്റീവ് ടെൻഡൻസീസ്, നത്തിങ് സിന്തറ്റിക് ഡ്രഗ് സംഭവങ്ങളൊന്നുമില്ല, നല്ല കൂട്ടര. പക്ഷെ ഈ എബവ് ആവറേജ് ഗ്രൂപ്പ് അതേപോലെ തന്നെ തുടരുകയാണ്. അതായത് ദേ വോണ്ട് ആക്ച്വലി വർക്ക് ഹാർഡ്. അപ്പം എൻ്റെ ഫ്രണ്ട് കൊച്ചിയിലാണ്. അവള് കംപ്ലൈന്റ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി വളരെ ഹാപ്പി ആയിട്ട് ആ കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്ന്. വെൽ, ആ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള തീരുമാനം ആ കുട്ടിയുടേതാണ്. നമുക്ക് പ്രേരിപ്പിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഇരുത്തി പഠിപ്പിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നോട്ട് ദ റിയൽ സൊല്യൂഷൻ. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ഡിസിഷൻ അവർ തന്നെ എടുക്കണം. ഇപ്പം നമ്മൾ പറയില്ലേ ഡ്രഗ് അബ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്, നമുക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റും, പക്ഷേ ഡിസിഷൻ ടു സേ നോ is totally in the hands of the young generation. അപ്പൊ അതിലേക്ക് നിങ്ങൾ അവരെ ഏബിൾ ആക്കി മാറ്റുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് തിങ്സ് വിൽ ചേഞ്ച്. ഓക്കെ മാം, താങ്ക് യു. ഇപ്പൊ ഈ സ്കൂൾ കുറച്ച് വലിയ റെപ്യൂട്ടഡ് സ്കൂൾസ്, സദ്ഭാവന അങ്ങനത്തെ സ്കൂൾസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉള്ള പ്രശ്നമാണത്. അവർ ഈ കുട്ടികളെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു കൺസേൺ. ഓക്കെ മാം, താങ്ക് യു. മോർ പോർട്ടീവ് മാം, നമുക്ക് ചോദിക്കാനുള്ള ആളുകള് ചെറുതായിട്ട് ചോദിക്കാം കേട്ടോ, ബ്രീഫായിട്ട് ചോദിക്കാം. ഓക്കെ, പ്രീതകുമാർ സാർ സംസാരിച്ചോളൂ. സമയം ഒരുപാടായിട്ടുണ്ട്. പ്രീതകുമാർ സാർ സംസാരിച്ചോളൂ. ലെഫ്റ്റ് ആയി അല്ലേ? ഓക്കെ, സാബിറ മാം സംസാരിച്ചോളൂ. ഹായ് മാം, ഞാൻ ശരിക്കും എൻ്റെ പേര് നജ. ഞാൻ എൻ്റെ ഉമ്മ ക്ലാസ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിത് കണ്ടതാണ്. അപ്പം മാം സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം എന്ന് തോന്നി. ഞാനൊരു ബിടെക് സ്റ്റുഡൻ്റ് ആണ്. പിന്നെ മാം ജെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഞങ്ങളെ ഭാഗം ശ്രദ്ധിക്കാൻ ടീച്ചേഴ്സ് ആരും ശ്രമിക്കാറില്ല എന്ന് ചിലപ്പോൾ തോന്നലുണ്ട്. ബിക്കോസ് ഓഫ് ഞങ്ങളെ ടീച്ചിങ് മെന്റാലിറ്റി ഒക്കെ അവർക്ക് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകുന്ന പോലെയാണ് എനിക്ക് ഇപ്പോഴും തോന്നാറുള്ളത്. ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആണ് ഇഷ്ടം എന്നുള്ളത് അവരെ അറിയാനിട്ടാണോ ഇനി അവർ ചെയ്യാനിട്ടാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പിന്നെ താങ്ക് യു മാം ഫോർ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് വരാൻ കാരണം എന്താണ് മാം? അതിന് എങ്ങനെയാണ് മാം ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് വരാൻ ആദ്യം തീരുമാനിച്ചതാണോ, അല്ലെങ്കിൽ ഈ കോഴ്സ് എടുക്കാൻ എങ്ങനെയാണ് കാരണം? പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ബിടെക് എടുക്കുകയാണെങ്കിലും ടീച്ചിങ് ഫീൽഡിലേക്ക് പോകുമ്പോൾ മാമിന് ഇപ്പം ഒരുപാട് ട്രബിൾസ് ഉണ്ടാവല്ലോ, അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്തത് സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും? അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കാൻ. ഞാൻ ബ്രീഫായിട്ട് പറയാം നജ, ബിക്കോസ് ജമീല മാമിന് ഒരു ഫിക്സഡ് ടൈം ഉണ്ടാവും, ഞാനത് എക്സീഡ് ചെയ്യുന്നില്ല. ഐ ടെൽ യു, ടീച്ചേഴ്സിന് എപ്പോഴും ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, ടു ഫിനിഷ് ദ സിലബസ്. അപ്പൊ ആ സിലബസ് ഒരു കഠിനമായ സിലബസ് ആണെങ്കിൽ അവരതിന്റെ പിന്നാലെ മാത്രം ഓടും. നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ പറ്റാത്തൊരു മൂമെന്റ് വന്നേക്കാം, ചിലപ്പോൾ അപ്പോഴായിരിക്കാം വിരസത തോന്നുന്നത്. പിന്നെ ടീച്ചിങ് പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുത്തത് ഐ എം ടെലിങ് യു മിയർ ആക്സിഡന്റ്. കാര്യം ഞാൻ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എനിക്ക് MBA ഓർ MA PM പോലത്തെ ഒക്കെ കിട്ടിയിട്ട് പോകാതെ MA ഇംഗ്ലീഷ് ചെയ്തു, നെറ്റ് ക്ലിയർ ചെയ്തു. അപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് ടീച്ചർ ആവാം, എനി ടൈം ആവാം, പക്ഷെ ആവണമെന്ന് തീരുമാനിച്ച ഒരു ടൈമല്ല. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന MES പൊന്നാനി കോളേജിൽ ഇംഗ്ലീഷിന്റെ വേക്കൻസി ആയിരുന്നു. എനിക്കറിയില്ല,
അപ്പം അവിടുത്തെ പ്രിൻസിപ്പള് ഹസ്ബൻഡിനോട് പറഞ്ഞു, വൈഫ് നെറ്റൊക്കെ ക്വാളിഫൈഡ് അല്ലേ, ഒന്ന് ക്ലാസ് എടുത്തുകൂടെ എന്ന്. ഞാൻ പോകുന്ന എവിടെയാണെന്നറിയോ? 120 കുട്ടികളുള്ള പ്രീ ഡിഗ്രി ക്ലാസ് റൂമിൽ. അപ്പം ഞാൻ പോയിട്ട് പഠിപ്പിക്കുന്നതോ വളരെ ബോറടിപ്പിക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. ഒന്ന് ഗ്രാമർ, ഒരു PP ജോൺ സാറിന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഹാൻഡ് ബുക്ക് ഓഫ് ഗ്രാമർ, അത് പഠിപ്പിക്കണം. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോവലാണ് 3 മസ്കറ്റിയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാൻ അവരെ ബോറടിപ്പിച്ചില്ല എന്ന് തോന്നുന്നു. കാര്യം കുട്ടികൾ വന്നിട്ട് എന്താ പറയാ, നമ്മളിപ്പോ പറയല്ലേ ചങ്കായിട്ട് മാറുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്കൊരു തിരിച്ചറിവാണ്, ഹലോ ഞാൻ കുഴപ്പമില്ലല്ലോ, കുട്ടികളായിട്ട് ബോണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എന്നാ പിന്നെ ടീച്ചർ ആവാന്ന്. അങ്ങനെ റാൻഡം ആയിട്ടുള്ള ഒരു തീരുമാനം നജ പറ്റി. അത്രേ ഉള്ളൂ. പിന്നെ BTech കഴിഞ്ഞിട്ട് MTech എടുക്കുക, and then PhD എടുക്കുക, and then you can decide. MTech ഒക്കെ കഴിഞ്ഞിട്ട് ടീച്ചിങ്ങിലേക്ക് പോണോ എന്ന് താൻ തീരുമാനിക്കുക. അല്ലെങ്കിൽ യു ഹാവ് അനദർ ഓപ്പർച്യൂണിറ്റി. MNC-കളിലുണ്ട്, കോർപ്പറേഷൻസിലും ഇഷ്ടം പോലെ നീഡ് ഉണ്ട്. മോളുടെ സബ്ജക്റ്റ് എന്താണെന്നറിയില്ല, പക്ഷെ എന്താണേലും പെട്ടെന്ന് എടുത്ത് ചാടി നമുക്ക് ഡിഗ്രി ടൈമിൽ തീരുമാനിക്കാൻ പറ്റുന്നതല്ല. ഐ തിങ്ക് യു വിൻ ഡിസൈഡ് ആഫ്റ്റർ യുവർ PG. കാര്യം പണ്ട് എൻ്റെ പേരൻസിന്റെ ഒക്കെ ടൈമിൽ 10th പാസ്സാവുന്ന ആൾക്കാർ ഭയങ്കര സംഭവമാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഡിഗ്രി വേണം, ഡിഗ്രി കഴിഞ്ഞാൽ PG വേണം, പിന്നെ ഒരു PhD കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായി. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് നജ. ഐ വിഷ് യു ഓൾ. താങ്ക് യു മാം. മാം, അപ്പൊ കരിയർ ഗൈഡൻസിന്റെ ഒരു ഇതൊക്കെ നമ്മൾ 10th പ്ലസ് 2-നൊക്കെയാണ് സാധാരണയായിട്ട് കൊടുക്കാറ്. അപ്പൊ അത് അല്ലേ ഏറ്റവും നല്ലത്? 10th പ്ലസ് 2-ല് ഗോൾ സെറ്റിംഗ് പോസിബിൾ ആണ് ജമീല മാം. അതായത് ഏർലി ഇന്റർവെൻഷൻ, അതായത് ഏറ്റവും നല്ല ആൾക്കാരെ കണ്ട് മോഡൽ ചെയ്തിട്ട് ആ കുട്ടിക്ക് അതാവണമെന്ന് തീരുമാനിക്കാം, അതുണ്ട്. പക്ഷേ ചില കുട്ടികൾ ഫസ്റ്റ് ഇയർ വന്നിട്ടും ഡിസിഷൻസ്, ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ തേർഡ് ഇയർ ആയിട്ടും ഡിസിഷൻ ഇല്ല, വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറയുന്ന കുട്ടികളുണ്ട്. പലതരം കുട്ടികളുള്ള ഒരു സിനാരിയോ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇപ്പൊ ഈ എനർജൈസേഴ്സ് ക്ലബിന്റെ ഗ്രൂപ്പിന് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഏർലി ഇന്റർവെൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അതായത് ഏർലി ഓൺ തന്നെ ഇന്ന കാര്യങ്ങൾ ചോയ്സസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊരു VC-നെ കാണിക്കാം, അല്ലെങ്കിൽ IFS-ന് പഠിക്കുന്ന ആൾക്കാരെ കാണിക്കാം. എൻ്റെ ഗ്രാൻഡ് ഫാദർ എപ്പോഴും പറയാറുള്ളത് 2 കാര്യങ്ങളായിരുന്നു, ഒന്നെങ്കിൽ പ്രൊഫസർ ആവാം, അല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥയാവാം. അപ്പൊ ഞാൻ ചോദിക്കുമായിരുന്നു വല്യപ്പാനോട്, അതെന്താ? ബാങ്കിൽ സുഖമാണ്, നല്ല ഫാനും ലൈറ്റൊക്കെ ഉണ്ടാവും, നീ നല്ല സേഫ് ആയിട്ട് അവിടെ ചെയ്യാന്ന്. ഐ ഡിഡ്ന്റ് ചൂസ് ദാറ്റ്. പിന്നെ പറയാറുള്ള ഒരു എക്സാമ്പിള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് സെന്റർ ഫോർ കനേഡിയൻ സ്റ്റഡീസ് ഉണ്ടായിരുന്നു. അന്ന് ഒരു ഡോക്ടർ ജമീല ഉണ്ടാവുമായിരുന്നു. ഷീ ഈസ് ആക്ച്വലി ലൈക്ക് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് വുമൺ, എ പ്രൊഫസർ. അവരുടെ എക്സാമ്പിൾ പറയുമായിരുന്നു. അപ്പൊ ഞാൻ ഇവരെ കണ്ടിട്ട് പോലുമില്ല, പക്ഷെ വല്യപ്പ ഇങ്ങനെ പറഞ്ഞ് അറിയാം. കുറെ കാലങ്ങൾക്ക് ശേഷം 2008 ഫറൂഖ് കോളേജിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് പിന്നീട് ASAP പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഡോക്ടർ ജമീലനെ കാണുന്നത്. അന്ന് ഞാൻ നിങ്ങളിപ്പം മമ്മൂട്ടി മോഹൻലാലിനെ കാണുന്നത് പോലെയാണ് ഡോക്ടർ ജമീലനെ കണ്ടത്. കാര്യം അത്രമാത്രം റെവേർഡ് ഓർ റെസ്പെക്റ്റഡ് പേഴ്സൺ ആയിരുന്നു. ഞാൻ ചെന്ന് സംസാരിക്കുമ്പോൾ ഷീ ഹഗ്ഡ് ആൻഡ് സെഡ്, യു നോ, താങ്ക്സ് ടു യുവർ വെല്ലുപ്പ. ബിക്കോസ് പലപ്പോഴും നമ്മളുടെ മനസ്സിൽ കിടക്കുന്ന ചിലർ പറയുന്ന വാക്കുകളും ചില ഇൻസൈറ്റ്സ് ആയിരിക്കും. അപ്പൊ ആ ഇൻസൈറ്റ്സ് കുട്ടികൾക്ക് നമുക്ക് ഏർലി കൊടുത്താൽ നല്ലതാണ്. ജ്യോതിമൻ സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ്. ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കുകയാണ്. ഇന്നത്തെ യൂത്തിന്റെ ഒരു പ്രശ്നമാണ്, മോസ്റ്റ് ഓഫ് ഞാൻ മെയിൻ സ്ട്രീം യൂത്ത് ആണ് പറയുന്നത്, നോട്ട് ദ പ്രിവിലേജ് വ്യൂ. അവർക്ക് 12th കഴിഞ്ഞ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് ഭയങ്കര ലിമിറ്റഡ് ആണ്. ദോ ദെയർ ആർ കരിയർ ഗൈഡൻസ്, അവർക്ക് അവരുടെ അഭിരുചി അനുസരിച്ചിട്ട് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അവർക്ക് കിട്ടുന്നില്ല. മേ ബി അബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പം ഇത് ബ്രേക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടോ, where they can directly go search for it? പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, മാം എന്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ മാമിന്റെ കോളേജ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? That is research and development and innovation basically. യെസ്, രണ്ടിന്റെ ഉത്തരം പറഞ്ഞുതരാം. ഇപ്പൊ സ്കൂൾ ലെവല് അവരെ കൗൺസിലിംഗ് മെയിൻ സ്ട്രീം അല്ലാത്തെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ആശങ്കയില്ല അതില്ല. കാര്യം അങ്ങനെ ഒരു ഇന്റർവെൻഷൻ ഒരു എന്താ പറയുക സ്റ്റേറ്റ് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായാൽ നല്ലതാണ്. കാര്യം അവർക്ക് കൃത്യമായിട്ട് അവരുടെ ചോസൺ ഫീൽഡ് എന്തെന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാ പാരാമീറ്റേഴ്സും അനലൈസ് ചെയ്തൊരു ടീം വന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും.
അത് ഒരു പോളിസി ഡിസിഷനായിട്ട് കൊണ്ടുവരുന്നതിന് നമുക്ക് പ്രയത്നിക്കേണ്ടി വരും. കാര്യം പലപ്പോഴും പ്രിവിലേജ് പോപ്പുലേഷനാണ് കൂടുതലും എക്സ്പോഷർ കിട്ടുന്നത്. അതായത് ഇപ്പം റീസെന്റ് ആയിട്ട് ഇപ്പൊ നീറ്റിന്റെ കാര്യം പറഞ്ഞാലും കീമിന്റെ കാര്യങ്ങൾക്കായാലും പല കുട്ടികളും അവരുടെ ഇൻട്രസ്റ്റ് അല്ല അത്, അവര് പേരൻസിന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന രീതി. സോ ആ ഒരു പോയിന്റിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഫ്രീഡം ഒന്ന് ഈ സോ കോൾഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഗൈഡൻസിലൂടെ തിരിച്ചറിയുമ്പോൾ പേരൻസും ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യണം. അതായത് എൻ്റെ കുട്ടിയുടെ താല്പര്യം ഇതാണ്, അത് നടന്നോട്ടെ എന്ന് വിചാരിക്കാനായിട്ടുള്ള വിശാലമായ മനസ്സ് നമുക്ക് ഉണ്ടാവണം. എനർജൈസർ സബിൽ അതെ മാം. അപ്പം ഈ ഒരു ഇതും ഇപ്പോഴും ഇത് ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലീസിന് മാത്രം എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമായി മാറുകയാണ് ഇന്ത്യയില്. അതിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീറ്റ് ആയാലും ഇങ്ങനെയുള്ള എൻട്രൻസ് എക്സാംസ് ആയാലും, അതായത് മിഡിൽ ഇതായിട്ടുള്ള ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അത് ആക്സസിബിൾ അല്ല. സോ വാട്ട് ആർ വി ഡൂയിങ് അബൌട്ട് ഇറ്റ്? വാട്ട് വി കൻ ഡു ഇസ്, ഇപ്പൊ ഫറൂഖ് കോളേജിന്റെ ഒരു ഉദാഹരണം പറയാം. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങൾക്ക് ഒരു സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നില്ല, കോഴിക്കോട് ജില്ലയിലുള്ള സ്കൂളിൽ ചില കുട്ടികളുണ്ട് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്നാണ് ഈ സോ കോൾഡ് എക്സ്റ്റേണൽ ഗ്രൂപ്പ് വന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടെങ്കിൽ അവരുടെ സോഷ്യൽ മിലിയു ആണ് അവരുടെ ഈ പ്രോബ്ലത്തിന്, അതായത് ഈ ലേണിംഗ് കംപ്ലീറ്റ്ലി കോംപ്രിഹെൻഡ് ചെയ്യാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലോട്ട് മാറ്റുന്നത്. അപ്പം ഞങ്ങളുടെ 2 ഡിപ്പാർട്ട്മെന്റ്സ്, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റും സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റും ഒരു പ്രോജക്റ്റ് റോഡ് മാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിൽ ബി ഇംപ്ലിമെന്റിങ് ദാറ്റ്. അതും എക്സ്റ്റേണൽ ഏജൻസി പറയുന്ന പോലത്തെ കാര്യങ്ങളൊന്നുമില്ല. നിയർ എക്സ്പെൻസ് സ്കൂൾ മീറ്റ് ചെയ്താൽ മതി, നമ്മൾ ചെയ്തു കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കോളേജിലും ശരിക്കും പറ്റും, അത് ചെയ്യാനും പറ്റും. പിന്നെ ഓർഗനൈസേഷൻസിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ കൊള്ളായിരുന്നു. സോ ബിക്കോസ് സോ മെനി ചിൽഡ്രൻ ഹു ആർ ടാലന്റഡ് ആർ ബീയിങ് വേസ്റ്റഡ്. അവരുടെ ആ ഒരു ലൈഫ് വേസ്റ്റഡ് ആവുക ചെയ്യുന്നത്, ബിക്കോസ് there are no opportunities here. We could try that. And you asked about entrepreneurship and things. ശരിക്കും പറഞ്ഞാൽ things are changing. Kids don't merely want, like a certain amount of salary coming their way. They want to actually do business. അപ്പം ഇപ്പൊ കണ്ട ഒരു ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫറൂഖ് കോളേജിൽ IIC ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നോവേഷൻ കൗൺസിൽ ഉണ്ട്. അവർ പ്രൊമോട്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടപ്സ് ഇൻക്യുബേറ്റ് ചെയ്യാനുള്ളൊരു പ്ലേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ. അതേപോലെ സെവറൽ കമ്പനീസ്, ഇപ്പം അറബിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 2 സ്റ്റാർട്ടപ്സ് ഉണ്ടായിട്ടുണ്ട്. അവരിപ്പോ കരിപ്പൂർ ബേസ് ചെയ്തിട്ട്, അതേപോലെ കൊച്ചി ബേസ് ചെയ്തിട്ട് സ്പോക്കൺ അറബിക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ടു ആസ്പിറൻസ് ഹു വാണ്ട് ടു ട്രാവൽ അബ്രോഡ് ടു GCC കൺട്രീസ് ആൻഡ് സോ ഓൺ. അപ്പൊ അതേപോലെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഈ ഓൺടർപ്രണർഷിപ്പും കാര്യങ്ങളും ഒക്കെ എക്സ്പോസ്ഡ് ആയിട്ട് വർക്ക്ഷോപ്പുകളിലൂടെ ദെൻ ഇൻക്യുബേഷനിലൂടെ മാത്രമാണ് ചെയ്യുന്നത്. അത് നമ്മുടെ കോളേജ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്സ്, MSME രജിസ്ട്രേഷൻസ് ഉള്ള ഉദ്യം പോർട്ടലിൽ ചെയ്തിട്ടുള്ള ടീംസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം 1.5 വർഷമാണ് അവരെ ഇൻക്യുബേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് അവർക്ക് ഇമേർജ് ചെയ്യാനും പറ്റും. അപ്പൊ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിലേക്ക് മാറുന്നുണ്ട്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്രയെന്നുള്ളത് നമ്മളുടെ അടുത്ത് റിവീൽ ചെയ്യണമെന്നില്ല, ബട്ട് തിങ്സ് ആർ ഗുഡ്. സോ നമ്മളുടെ കുട്ടികൾക്കുള്ള ഒരു ചാലഞ്ച് എന്നല്ല, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ കരുതേണ്ടത്. ഇപ്പം ഞാനോ നിങ്ങളോ പഠിച്ചിറങ്ങുന്ന സമയത്തുള്ള സിറ്റുവേഷൻ അല്ല, തിങ്സ് ആർ ഡിഫറെന്റ്. അപ്പൊ കുട്ടികളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മേക്ക് മണി ഏർലി, എന്നിട്ട് അവരുടെ ആഗ്രഹം എന്താ അറിയോ, 45 വയസ്സൊക്കെ ആകുമ്പോൾ നല്ല പൈസയൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്യാം. എന്നിട്ട് ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യാം. അപ്പം ദേ ആർ റെഡി ഫോർ ദ ഡ്രിൽ. അതിനുള്ള വഴി, ഹെൽത്തി ആയിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കലാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ മാം, താങ്ക് യു. മോർ ഫോർട്ടി ജ്യോതി മാം. സുനബി മാം സംസാരിച്ചോളാം. ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. നല്ലൊരു വ്യക്തിനെ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അല്ല, ഈ മാം എവിടെയായിരുന്നു? ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. പുതിയ ഒരു മാഡത്തിന് അറിവുള്ളതിന് വളരെ നഷ്ടമായിപ്പോയി കാര്യം. ഏതായാലും ഇനിയെങ്കിലും നമുക്ക് മുന്നേറാം. പിന്നെ മാഡം പറഞ്ഞ ഈ വിഷയങ്ങളില്ലേ, ഇതിന്റെ ഒരു 75% ഞങ്ങളെ റാഷീദ് സാറ് പല രൂപത്തിൽ
പിന്നെ രാവിലെ മുതൽ രാത്രി മുതൽ ആഴ്ചയിലായിട്ട് പല രൂപത്തിൽ ഈ ക്ലാസ് ഞങ്ങളുടെ തലയിലൂടെ പല രൂപത്തിൽ കയറി ഇറങ്ങിയ ക്ലാസ് മാഡം പറഞ്ഞപ്പോൾ അതിന് വേറെ ഒരു വിഭിന്ന സ്വരം വന്നു, എന്നാലും വല്ലാതെ ആസ്വദിച്ചു. പിന്നെ ഞാനൊരു ഡൗട്ട് ചോദിക്കാനാണ്. പിന്നെ നമ്മളിപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഓരോ പിന്നെ കോഴ്സ് സെലക്ട് ചെയ്തിട്ട് കേരളം വിട്ടിട്ട് വേറെ സംസ്ഥാനത്തിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അത് പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാവരും കേരളത്തിനേക്കാളും നല്ലത് വേറെ മറ്റു സ്ഥലങ്ങളാണ്, ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂര് അങ്ങനെ ഓരോ സ്ഥലങ്ങളാണെന്ന് പറയുന്നു. അപ്പൊ അതിന് മാഡത്തിന്റെ അഭിപ്രായം എന്താ? അപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്ക് വരെ പിടിച്ചാൽ കിട്ടാത്തൊരു പ്രായമാണല്ലോ. അപ്പൊ എൻ്റെ ഒരു പേരക്കുട്ടിക്ക് തന്നെ ഇപ്പൊ അങ്ങനെ ഒരു ചാൻസ് വന്നപ്പോ ഞാനാകെ ഭയത്തില്ല. ഇതൊക്കെ നമ്മളെ കൈവിട്ട് കഴിഞ്ഞാൽ ഈ മയക്കുമരുന്നും അങ്ങനത്തെ ഒക്കെ ലോകമാണല്ലോ. അപ്പൊ ബാംഗ്ലൂര് മീൻസ് അവിടെയാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. അതുപോലെ എനിക്ക് ഉറക്കില്ല. അപ്പൊ ഞാനത് അങ്ങനെ പേടിക്കേണ്ടതുണ്ടോ? MBA ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, BBA കഴിഞ്ഞിട്ട് MBA അങ്ങനെ വിപുലമായിട്ട് പഠിക്കാൻ, അത് നമ്മളെ നാട്ടിലാണോ അതിന് പഠിക്കാൻ നല്ലത്, ഇങ്ങനെ മറ്റു സ്ഥലങ്ങളിലാണോ? മാഡത്തിന്റെ അഭിപ്രായം എന്താ? അവര് വേറൊരു സംസ്ഥാനത്തിൽ പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ലക്ഷ്യം സുനബി മാം മനസ്സിലാക്കണം. അവർക്ക് കുറച്ച് ഫ്രീഡം ഉണ്ടാവും, പിന്നെ പുതിയ എക്സ്പീരിയൻസ് ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പോകാൻ നോക്കുന്നത്. അപ്പം കേരളത്തിൽ ലഭ്യമാണോ? ലഭ്യമാണ്. ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട് BBAയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം പേരൻസിന് നമുക്ക് കൃത്യമായിട്ടൊരു ഗൈഡ് ലൈൻ കൊടുക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾക്കാണ് നിങ്ങളുടെ കുട്ടീനെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. അപ്പോ മറ്റ് സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാലും പിടിച്ചു നിൽക്കാനും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന, ഇപ്പം ഡ്രഗ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇപ്പൊ ഡ്രഗ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാലോ. അപ്പം ആ സമയത്തും നോ പറയാൻ പറ്റുന്ന ഒരു കുട്ടിയാണ് നിങ്ങളുടേതെങ്കിൽ ധൈര്യമായിട്ട് വിടാം. അല്ല ഒരു ക്ലിങ്ങിങ് ടൈപ്പ് ഓർ റാദർ ഡിഫ്യൂസ് ടൈപ്പ് ക്യാരക്ടർ ആണെങ്കിൽ, അതായത് കൂടെയുള്ള ഫ്രണ്ട്സിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് മാറുന്ന ഒരു കുട്ടി ആണ്, അങ്ങനത്തെ ഒരു നേച്ചറുള്ള കുട്ടിയാണെങ്കിൽ ഒന്ന് കരുതലുണ്ടാവണം. എന്നിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഇത് പുറത്തു പോയാൽ എല്ലാം പ്രശ്നം, കേരളത്തിന്റെ അകത്തെല്ലാം നല്ലത്, അങ്ങനെ ഞാൻ പറയില്ല. അത് ഓരോ മാതാപിതാക്കളും തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ട് പുറത്തു പോകുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ പാടില്ല. ഇഷ്ടം പോലെ നല്ല സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം ഒരാളിപ്പം മലബാറിൽ പഠിക്കുന്ന കുട്ടിക്ക് വേണമെങ്കിൽ എവിടെ വേണേലും സൗത്ത് ഓഫ് കേരള പോയിട്ട് പഠിക്കാം. അവിടെ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടംപോലെ സീറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ചോയ്സ് കുട്ടിയുടേതാണ്, പിന്നെ പേരൻസിന്റെയാണ്. ഒരു ഇൻഫോം ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് ചർച്ച ചെയ്ത് കുട്ടിക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഴ്സസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം മാമിന്റെ കുട്ടി ഏത് രീതിയിലാണ് അത് എടുക്കുക, അങ്ങനെയാണെങ്കിൽ മാത്രം ഡിസിഷൻ എടുക്കുക, ദെൻ BBAക്ക് പുറത്ത് വിടുക. അല്ല മാമിന് എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അത് എന്തായാലും ക്ലിയർ ചെയ്തിട്ട് മാത്രമേ പുറത്ത് വിടേണ്ടുള്ളൂ. അത് ക്ലിയർ ചെയ്തിട്ട് കാര്യമില്ല മാം, അത് നമുക്ക് വിട്ടു തരൂല. ഈ ഉമ്മുമ്മ പ്രായമായി എന്നാ പറയും. ഓരോന്ന് ഞങ്ങളൊരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഇപ്പൊക്കെ പോകുമ്പോ നല്ലതന്നെ, നല്ല കുട്ടി തന്നെ. പക്ഷെ പല കുട്ടികളും എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വഴി തെറ്റിയിട്ടും ആ കോഴ്സ് വേണ്ടാന്ന് തോന്നിയിട്ടും ഒക്കെ പല മാനസിക പ്രശ്നം കാണാറുണ്ട്. അതിനെപ്പറ്റി ആശങ്ക കൊണ്ട് ചോദിച്ചതാ. സംസാരിച്ചോളൂ. അസ്സലാമു അലൈക്കും. എനിക്കൊന്നും സംസാരിക്കാനില്ല. പക്ഷെ എന്തായാലും ഒരു നല്ലൊരു പിന്നെ ആളെ കിട്ടി. നല്ല ക്ലാസ്, നല്ല സംസാരം. എന്താ പറയാ, ഫറൂഖോളയിന് ഇത്ര ഞാൻ കേട്ടിട്ടുണ്ട്. ഫറൂഖോളയിലെ പിന്നെ പ്രിൻസിപ്പാൾ ലേഡിയാണെന്ന് ഒരു 2 കൊല്ലം മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. ആളെ കണ്ടിട്ടില്ല, അറിയില്ല. പക്ഷെ ഫറൂഖോളയിൽ പഠിച്ച എത്രയോ ആൾ കസിൻസും എൻ്റെ ബ്രദറൊക്കെ പഠിച്ചതാണ്. പക്ഷെ എനിക്ക് ഇത് കേട്ടപ്പോൾ മുതൽക്ക് ഒരു കൺഗ്രാറ്റ്സ് പറയാനും ഇത്ര നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ വന്നതും എല്ലാ ചോദ്യത്തിനും വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിഞ്ഞതും മാമിന്റെ നല്ലൊരു എന്താ പറയാ, വളരെ നല്ലൊരു എന്താണ് കഴിവാണ്. അള്ളാഹു നല്ല നിലക്ക് അത് ഇനിയും പോഷിപ്പിച്ച് ഇനിയും കുറച്ചും കൂടി കുറേയും കൂടി നിൽക്കാലോ. അപ്പൊ നല്ല ഇനിയും മാക്സിമം ഇതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പറയാണ്. ഞാൻ പറഞ്ഞ മാതിരി ഓക്കെ, മോർ പോർട്ടീവ് നദീറ മാം. ഫൈസൽ സർ സംസാരിക്കാൻ വേണ്ടിട്ട് ഹാൻഡ് റൈസ് ചെയ്തോ? ഒറ്റ കാര്യം.
ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ 1.5 മണിക്കൂറായി സെഷൻ തുടങ്ങിയിട്ട് ആദ്യം തന്നെ ഞാൻ റിയലി അപ്രീഷിയേറ്റ് വളരെയധികം എന്താ പറയാ സന്തോഷം. 1.5 മണിക്കൂറെ ഒരു എനർജി ഉള്ള ഒരു അധ്യാപികയായി ഈ സെഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്, കത്തി നിൽക്കുകയാണ്. മാഷാ അല്ലാഹ് ബറക്കല്ലാഹ്. പ്രിൻസിപ്പൾ ആവുക മാത്രമല്ല, അപ്പൊ നല്ലൊരു അധ്യാപികയായിരുന്നു അതിൽ തന്നെ മനസ്സിലാക്കാം. ചോദിക്കാനുള്ളതാണ്, മറ്റൊരു ചോദ്യത്തിനും വന്നിട്ടില്ലെങ്കിൽ ചോദിക്കാന്ന് വിചാരിച്ചതാണ്. ഇന്ന് ഹൈസ്കൂൾ തലം മുതൽ അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് നമ്മളൊക്കെ പേടിപ്പെടുത്തുന്ന രീതിയിൽ എന്താ പറയാ അതിരുവിട്ടതിൽ അൺലിമിറ്റഡ് ആയി ആൺ പെൺ സൗഹൃദങ്ങൾ വളർന്നു വരികയാണ് ക്യാമ്പസിൽ. ഒരു പ്രധാനപ്പെട്ട ഒരു പേഴ്സൺ അവരുടെ മുമ്പിലൂടെ നടന്നു പോവുകയാണെങ്കിൽ പോലും ഒരു മൈൻഡ് ചെയ്യാത്ത രീതിയിൽ, അങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ല എന്ന രീതിയിൽ അവർക്ക് എന്താണോ ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് ഈവൻ ഫാറൂഖ് കോളേജ് ക്യാമ്പസ് പോലും അങ്ങനെ ഒരു ആസ് എ പ്രിൻസിപ്പൽ എങ്ങനെയാണ് സാർ അതിനെ നോക്കി കാണുന്നത്? എന്താണ് അതിനുള്ള പരിഹാരം? വളരെ ചുരുക്കി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഒരു ജനറേഷണൽ ഷിഫ്റ്റും ചേഞ്ചും വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സാർ പറഞ്ഞ എക്സ്ട്രീം കേസാണ്. അതായത് അവര് എന്താ പറയാ വേണ്ടാത്ത രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് 2-3 വളരെ ട്രിക്കി പോയിന്റിലാണ് നിൽക്കുന്നത്. അതായത് വ്യക്തി സ്വാതന്ത്ര്യം, പിന്നെ അവരുടെ റൈറ്റ്സ് അസേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം ഇപ്പൊ സാറ് വന്നിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു കപ്പിൾ ഇരിക്കുകയെന്ന് വെച്ചോളൂ. അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ സാറിനോട് ചോദിക്കുന്ന ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഹൂ ആർ യു. പിന്നെ രണ്ടാമത്തത് വി ആർ അഡൾട്ട്സ്, ഹൂ ആർ യു ടു ഡിസിപ്ലിൻ അസ്. അതായിരിക്കും രണ്ടാമത്തെ ചോദ്യം. പിന്നെ മൂന്നാമത്തെ ആക്ഷേപം സാറിൻ്റെ അടുത്ത് വരാൻ പോകുന്നത് യു ആർ ആക്ച്വലി ഇൻഡൾജിങ് ഇൻ മോറൽ പോലീസിങ് അല്ലേ? അപ്പം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ക്യാമ്പസിലായാലും എവിടെയായാലും ഇപ്പം സ്കൂൾസിലൊക്കെ ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്കൂളിൽ ലഞ്ച് ബ്രേക്കിൽ അവിടെ ഇവിടെയൊക്കെ അലിഞ്ഞു നടക്കുന്ന ഒരു രീതി ഫറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി ഡിവിഷനിലുണ്ടായിരുന്നു, എയ്ഡഡ് സെക്ടറിൽ. അപ്പം പുതിയൊരു പ്രിൻസിപ്പൾ വരുന്നു, അഷ്റഫ് അലി സർ എന്ന് പറഞ്ഞിട്ട് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഫിസിക്സ് ടീച്ചർ. ഹി ബിക്കംസ് ദ പ്രിൻസിപ്പൾ. അദ്ദേഹം ഒറ്റൊരു കാര്യമാണ് പുറപ്പെടുവിക്കുന്നത്, കുട്ടികളെല്ലാവരും ലഞ്ച് കൊണ്ടുവരണം, എന്നിട്ട് അകത്തുനിന്ന് ലഞ്ച് കഴിച്ചേ പറ്റൂന്ന്. ദാറ്റ് വാസ് ഇറ്റ്. അത് തന്നെയാണ് ഒരു മാറ്റം വരുന്നത്. ഇപ്പോ ഈ കുട്ടികൾ ഇറങ്ങിയിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ആണ്. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്നു, നല്ല രീതിയിൽ ക്യാൻറ്റീനിൽ നിന്ന് പോഷകങ്ങളുള്ള ഒരു ഭക്ഷണം കഴിക്കുന്നു. സ്ലോ ആൻഡ് ഗ്രാജുവൽ ചേഞ്ച് ആണ് നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ വി കാൻ ആക്ച്വലി ഇന്റർവീൻ ഓൺ ദ പോയിന്റ് ഓഫ് മോറൽ പോലീസിങ്. അത് ഇന്നത്തെ ജനറേഷൻ ഉൾക്കൊള്ളില്ല. പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള ആൺ പെൺ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ടൂറൊക്കെ പോകുമ്പോൾ അവരുപയോഗിക്കുന്ന വസ്തുക്കൾ അത് പറ്റാത്തതാണെങ്കിൽ മാതാപിതാക്കൾക്ക് ഫസ്റ്റ് ഡ്യൂട്ടി ഉണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നമ്മൾ പല ഇൻസിഡൻസ് കേട്ടിട്ടുണ്ട്. അതായത് സ്കൂളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കോളേജിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ചിട്ടവട്ടങ്ങളുണ്ട്. അതായത് പെർമിഷൻ വേണം, കൂടെ കമ്പനിയും ഒരു ലേഡി ടീച്ചർ വേണം, ജെന്റിൽമെൻ വേണം, സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അറ്റൻഡർക്ക് പോകാം, കുറെ റൂൾസ് ഉണ്ട്. പെർമിഷനൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് സർവേലൻസിലാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സോ കോൾഡ് പ്രശ്നങ്ങൾ അത്രത്തോളം കാണില്ല, ഇറ്റ് വിൽ ബി അണ്ടർ കൺട്രോൾ. പക്ഷെ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ പലപ്പോഴും ഇപ്പൊ കേൾക്കുന്ന സ്റ്റോറീസിൽ ഷോക്കിംഗ് ആയിട്ട് ചില പേരൻസ് നമ്മളോട് റിവീൽ ചെയ്യാറുണ്ട്, കുട്ടികൾ ബിയർ കൊണ്ടുപോയി മദ്യപിച്ചു, ലക്ക് കെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്കൂൾ അധികാരികൾക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇടപെടാം. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരൻസ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട് റൈറ്റ്. ആ ഒരു ബേസിക് സാധനം ഫോമൽ എഡ്യൂക്കേഷൻ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ ബേസിക് ഇന്റർവെൻഷൻ വരേണ്ടത് ഒരു ഫാമിലിയിൽ നിന്നാണ്. ആ ഫാമിലിയിലാണ് ശരിക്കും പറഞ്ഞാൽ തികഞ്ഞ ഒരു ബോധ്യം അവർക്ക് കൊടുക്കേണ്ടത്. അത് ഏർലി ഇന്റർവെൻഷൻ തന്നെ പറ്റൂ. അതായത് ഇപ്പം നമുക്കിപ്പം എന്താ പറയാ, ചില കുട്ടികൾ ചെറിയ പ്രായത്തിൽ ഇപ്പം UKG LKG പോലും ഒരു ഉദാഹരണം പറയാം, ആരാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഒരു കുട്ടിയുടെ അടുത്ത് നെയ്ബർ വന്നിട്ട് പറയാണ്, മോനെ സന്ധ്യയായി മഗ്രിബായി അകത്തോട്ട് കയറിക്കോ, നീ എന്താ ഇവിടെ നിൽക്കണേ? പറഞ്ഞു, വാപ്പ വരാനുണ്ട്. വാപ്പ വന്നോളൂ, നീ കേറിക്കോ, ആരെങ്കിലും നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, നീ ഒറ്റക്കല്ലേ എന്ന് പറഞ്ഞു. ആ കുട്ടി ഉത്തരം പറഞ്ഞ എന്താ അറിയോ? ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂട്ടിന് പഠിച്ചോനുണ്ടെന്ന്. അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു അടിയുറച്ചൊരു സംഭവം, ഒരു സ്ട്രെങ്ത് ഓരോ കുട്ടിക്കും നമ്മളെല്ലാവരും കൊടുക്കണം. അത് ഏത് ദൈവവിശ്വാസം ആയിക്കോട്ടെ,
ആ സർവശക്തൻ മേലെ നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ പ്രവർത്തികൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. നമ്മൾ എത്ര എന്താ പറയാ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ വളർന്ന ആളാണെങ്കിലും, ഇപ്പം സപ്പോസ് ഒരു എയ്ത്തീസ്റ്റ് ആണെന്ന് വെച്ചോളൂ, അഗ്നോസ്റ്റിക് ആണെന്ന് വെച്ചോളൂ, സംശയത്തോടെ ജീവിക്കുന്ന ആളാണെങ്കിലും പ്രകൃതിയിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, ആ പ്രകൃതിയുടെ നിയമങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്നുള്ളൊരു ഫീലിലെങ്കിലും കുട്ടികളെ ഗൈഡ് ചെയ്ത് കൊടുക്കുക. ഐ തിങ്ക് ബേസിക്കലി കുട്ടികളെല്ലാം നന്മയുള്ളവരാണ്. ആ നന്മ തിന്മയിലോട്ട് പോകാതെ നമ്മൾ കാത്ത് സൂക്ഷിക്കണം. കുട്ടികള് നമുക്ക് കിട്ടുന്ന മുസ്ലിംസ് പറയുന്നു അമാനത്താണ്, ഒരു ട്രഷറാണ്, ഒരു നിധിയാണെന്നാ പറയണത്. അപ്പൊ ആ നിധിയെ നമുക്ക് ആവുന്ന രീതിയിൽ പോഷിപ്പിക്കാം, കഴിയുന്നത് ശ്രമിക്കാം. ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ടു യു. ഫൈസൽ സർ. താങ്ക് യു സോ മച്ച്. മോർ പവർ ടു യു. അഷ്റഫ് മൈലാഞ്ചി സാർ സംസാരിച്ചോളൂ. സാറുണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വളരെ സുന്ദരമായ ഒരു ദിവസം നമുക്ക് ഇന്ന് കാഴ്ചവെച്ചു. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നമ്മളെ മേഡത്തിന് കിട്ടിയത് വളരെ നല്ലൊരു ദിവസം കിട്ടിയതിനെ ശ്രമിക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ നല്ലൊരു ആൾക്കാരുണ്ടായിരുന്നു. എനർജി ഹബിന്റെ ഏറ്റവും നല്ലൊരു ദിനമായി മാറ്റിയതിൽ എല്ലാവർക്കും താങ്ക്സ്. വളരെ വളരെ നന്ദി. താങ്ക്സ് യു ഓൾ. മോർ പവർ ടു യു. മോർ പവർ ടു യു അഷ്റഫ് സർ. അസീസ് സാർ ഉണ്ടോ? NK അസീസ് സാർ. NK അസീസ് സാർ ഉണ്ടോ? ഇനി നമുക്ക് ക്ലോസിംഗ് റിമാർക്കിലേക്ക് പോവാം അല്ലെ? നന്ദി പറയാൻ വേണ്ടിയിട്ട് മജീദ് സാറിനെ ക്ഷണിക്കുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. വളരെ സന്തോഷം നിറഞ്ഞ വളരെ നല്ലൊരു ദിവസമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. താങ്ക് യു ടു മച്ച് ആയിഷ മാഡം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും ഒരു സാധാരണഗതിയിൽ ഈ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർ ലാസ്റ്റ് മൊമെന്റിൽ ആളുകൾ ലെഫ്റ്റ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ ഇന്ന് എല്ലാവരും അവിടെ തന്നെ നിന്നുകൊണ്ട് ഇതുവരെ കേൾക്കാനുള്ള സാധിച്ചു എന്നതാണ് ഈ ഇന്നത്തെ ഒരു പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകമായിട്ട് കാണുന്നത്. നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക, സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു മനുഷ്യനാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുന്ന എനർജറ്റിക് ഹബ് എന്ന പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ 2ാം വാർഷികത്തില് ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞിരുന്നതാണ്. ഞാൻ സമയം വൈകിയതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിച്ചിട്ടുള്ള ജമീല മേഡം, നമ്മുടെ ടീം ലീഡറാണ്. അദ്ദേഹത്തിന് ആദരവും സന്തോഷവും നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ ഈ ഒരു ക്ലാസ്സിന് നേതൃത്വം നൽകിയിട്ടുള്ള ആയിഷ മേഡം വളരെ ഡെലിവറായിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അർത്ഥവത്തായ നല്ല ചിന്തകളിലേക്ക് എത്തിച്ചിട്ടുള്ള ആയിഷ മേഡത്തിന് എൻ്റെ പേരിലും അതിൻ്റെ പേരിലും നന്ദി അർപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പരിപാടിക്ക് നടത്തിയിട്ടുള്ള നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ CK റാഷിദ് സാറിന് നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് എത്തിയിട്ടുള്ള എല്ലാ ടീമംഗങ്ങളും, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും, അതുപോലെ തന്നെ ഈ ഒരു പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. More power to you, more power to you, more power. Thank you, ma'am. Thank you so much. Okay, ma'am. Thank you. More power Aisha, to you, ma'am. ma'am. More power to you. Thank you. More power to you. More power to you, ma'am. Thank you, ma'am.